സ്റ്റാർട്ട് ചെയ്യാം സാർ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. ഞാൻ സൂരജ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പ്ലംബർ എക്സാമുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, സോ നമ്മളുടെ പ്ലംബർ എക്സാമുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ, ചെറിയൊരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ABC ഓഫ് ഫസ്റ്റ് എയ്ഡ് സ്റ്റാൻഡ്സ് ഫോർ. അപ്പൊ ഇത് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. ABC ഓഫ് ഫസ്റ്റ് എയ്ഡ് സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് ABC എന്ന് ഉദ്ദേശിക്കുന്നത്? അപ്പൊ എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ. യെസ്, റൈറ്റ് ആൻസർ ആണ്. പെട്ടെന്ന് നമുക്ക് ഉത്തരം പറഞ്ഞു പോകാം. ഉത്തരം എന്താണ്? എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ. മിക്കപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള ഏരിയയാണ് ABCയുമായി ബന്ധപ്പെട്ട്. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ചോദ്യം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഫയറുമായി ബന്ധപ്പെട്ട് ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അത്തരത്തിൽ ABC എന്ന് പറയുന്ന എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ ഉള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അപ്പൊ അതായത് നമുക്ക് ഒരു ഒരു എയർവേ നമുക്ക് കൃത്യമായിട്ട് കൊടുക്കണം, അല്ലെ? അതായത് നമ്മളിപ്പോ ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ അതുപോലെ എന്താണ് ആദ്യം വേണ്ടത്? മെയിനായിട്ടുള്ള 3 ഘടകങ്ങളാണ്: എയർവേ, പിന്നെ അതുപോലെ തന്നെ ബ്രീത്തിങ്, ദെൻ സർക്കുലേഷൻ. നമുക്ക് എന്നാൽ മാത്രമേ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെ? അപ്പൊ അത്തരത്തിൽ എയർവേ എന്ന് പറയുമ്പോൾ അറ്റൻഷൻ മസ്റ്റ് ബി ഫസ്റ്റ് ബി ബ്രോട്ട് ടു ദ എയർവേ ടു എൻഷുർ ദ ഇറ്റ് ഈസ് ക്ലിയർ. ഇത്തരത്തിൽ ആ ഒരു കൃത്യമായിട്ട് എയർവേ, അതായത് എന്താണ്, വായു കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർ ചാനൽ നമുക്ക് അവിടെ, അല്ലെങ്കിൽ ഒരു സ്പേസ് നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? ഇങ്ങനെ കൂടി നിൽക്കരുത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ? അത്തരത്തിലുള്ള എയർവേ, നമുക്ക് എയർ കടന്നു പോകാനുള്ള ഒരു പാസേജ് നമുക്ക് കൊടുക്കണം. കൃത്യമായിട്ട് ബ്രീത്തിങ് ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കൃത്യമായിട്ട് സാധിക്കണം. ഈ 3 കാര്യങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട്. അപ്പൊ എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ ആണ് ABC എന്ന് ഉദ്ദേശിക്കുന്നത്, ഓർത്തിരിക്കാം. മറ്റു ചോദ്യം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഗോൾഡൻ അവർ എന്താണ്? ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് ഗോൾഡൻ അവർ ശ്രദ്ധിക്കാം. അപ്പോൾ ഓർത്തിരുന്നാൽ മതി എല്ലാവരും. അതായത് ഗോൾഡൻ അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ അരമണിക്കൂറിനെ വിളിക്കുന്ന പേരാണ് ഗോൾഡൻ അവർ. അവർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മണിക്കൂറായിട്ട് കണക്കാക്കരുത്. അതെന്താണ്? അത് 30 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ 30 മിനിറ്റ് വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് 30 മിനിറ്റ്സിനെ ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. സോ ഇത്തരത്തിലുള്ള ആദ്യത്തെ 30 മിനിറ്റ്, അല്ലെ? സോ ഫസ്റ്റ് 30 മിനിറ്റ്സ് ആണ് നമ്മൾ ആക്സിഡന്റിന് ശേഷമുള്ള ഫസ്റ്റ് 30 മിനിറ്റ്സ് വളരെ ക്രൂഷ്യലാണ്. ആ ഒരു അവറിനെ വിളിക്കുന്ന പേരാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇൻ ദ ഫീൽഡ് ഓഫ് സേഫ്റ്റി OSH സ്റ്റാൻഡ്സ് ഫോർ. OSH എന്ന് പറഞ്ഞാൽ എന്താണ്? OSH എന്ന് പറഞ്ഞാൽ ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്, ഒബീഡിയന്റ് സർവീസ് ആൻഡ് ഹ്യൂമാനിറ്റി, ഓവർ ടൈം സേഫ്റ്റി ആൻഡ് ഹാസാർഡ്സ്, ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹ്യൂമാനിറ്റി. ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ആണ്. ഇപ്പൊ ശ്രദ്ധിക്കാം, OSH എന്ന് പറഞ്ഞാൽ അപ്പൊ ABC ചോദിച്ചതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് OSH. അതായത് ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ആണ് OSH എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ഉത്തരം ഓർത്തിരിക്കാം, എ ആണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഫോർ ദ സേഫ്റ്റി ഓഫ് മെറ്റീരിയൽ ദ സിമെന്റ് ബാഗ്സ് ആർ പ്ലേസ്ഡ് ഡാഷ് മീറ്റർ അവേ ഫ്രം ദ വോൾ. അതായത് നമ്മളിപ്പോ ഈ പറയുന്ന സിമെന്റ് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര, ആ ഒരു വോളിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയിട്ട് വേണം നമുക്ക് സിമെന്റ് എത്രയാണ്? ഓപ്ഷൻ എ റൈറ്റ് ആൻസർ. 0.5 മീറ്റർ ആണ്. 0.5 മീറ്റർ ആണ്. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട് അവരെ പ്രൊവൈഡ് സഫീഷ്യന്റ് സ്പേസ്. എത്രയാണ്? ഒരു 0.5 മീറ്റർ എവേ ഫ്രം ദ വോൾ ആൻഡ് പ്ലേസ് സിമെന്റ് ബാഗ്, അല്ലെ? എല്ലായ്പ്പോഴും സിമെന്റ് ബാഗ് സൂക്ഷിക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു സ്പേസിൽ നിന്നും, അല്ലെങ്കിൽ നമ്മുടെ ഒരു വോൾ ഉണ്ടെങ്കിൽ വോളിൽ നിന്നും എത്രയാണ്? 0.5 മീറ്റർ അകലെ മാറിയിട്ട് വേണം നമ്മൾ ആ ഒരു ബാഗ് പ്ലേസ് ചെയ്യാനുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഫയർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓക്സിജൻ, ഫ്യൂവൽ ആൻഡ് ഡാഷ്. എന്താണ്? ഓപ്ഷൻ സി ആണ്. ഒന്നും വേണ്ട, ഓപ്ഷൻ സി ആണ്. ഫയർ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഓക്സിജനും ഫ്യൂവലും ഹീറ്റും വേണം, അല്ലെ? 3 കാര്യങ്ങളും വേണം: ഫ്യൂവല്, ഓക്സിജൻ, അതുപോലെ തന്നെ ഹീറ്റ് കൂടെ ചേരുന്നതാണ് നമ്മളുടെ ഫയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ഫയർ ഈസ് മെയ്ഡ് ടു സ്റ്റാർവ് ബൈ റിമൂവിംഗ് ഡാഷ്. ഏതായിരിക്കും? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണോ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. ഫയർ ഈസ് മെയ്ഡ് ടു സ്റ്റാർവിങ്ങിന് വേണ്ടിയിട്ട്. ഓപ്ഷൻ ബി ആണ്, സ്റ്റാർവിംഗ്. യെസ്, റൈറ്റ് ആൻസർ ആണ്. ഫ്യൂൽ ആണ് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് അറിയാവുന്ന ചോദ്യമായിരിക്കും, ചിലപ്പോൾ അങ്ങനെ തെറ്റിക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ ഫയർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓക്സിജനും ഫ്യൂലും ഹീറ്റും ഒക്കെ തന്നെയാണ്. പക്ഷെ സ്റ്റാർവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂവല് നമ്മൾ എന്താണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫയർ അണയ്ക്കാൻ പറ്റും, അല്ലെ? ഫ്യൂവലിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫ്യൂൽ ഇപ്പൊ എന്താണോ കത്തുന്നത്, ആ കത്തുന്ന സാധനത്തിന്റെ ആ ഒരു കണക്ഷൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ആ ഒരു ഫയർ ഇല്ലാണ്ടാവും, അല്ലെ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മെയിനായിട്ട് 3 തരത്തിലാണ് നമുക്ക് ഇത്തരത്തിൽ ഫയറിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അല്ലെ? ഫയറിനെ കെടുത്തണമെന്നുണ്ടെങ്കിൽ,
ഫയറിനെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ 3 രീതിയിൽ ഉണ്ടാവാം, 3 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് സ്റ്റാർവിങ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണോ കത്തുന്നത് അതിന്റെ ആ ഒരു ഫ്ലോയും കട്ട് ചെയ്യുക. ഓക്കെ, എന്താണോ കത്തുന്നത് അതിന് ഇപ്പോൾ ഫയർ ഓഫ് ഫ്യൂൽ ഈസ് റിമൂവിങ് അല്ലെ, ഇത്തരത്തിൽ ആ ഒരു ഫ്യൂൽ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റാർവിങ് എന്ന് പറയുന്നുണ്ടാവുക. ഇനി സ്മൂതറിങ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് അവിടെ ഓക്സിജൻ ഇല്ലാതാക്കുക അല്ലെ, ഓക്സിജൻ ഇല്ലാതാക്കുക, ദാറ്റ് ഈസ് കത്താൻ സഹായിക്കുന്ന ആളാണ് ഓക്സിജൻ. അപ്പൊ ഓക്സിജൻ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഫയർ ഉണ്ടാവോ? ഇല്ല. അപ്പൊ അത്തരത്തിൽ ഓക്സിജന്റെ സപ്ലൈ കട്ട് ചെയ്യുക അല്ലെ, ആ ഓക്സിജൻ സപ്ലൈ അവിടെ നിന്ന് മാറ്റുക. അപ്പൊ അത്തരത്തിലാക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പറയുന്നത് സ്മൂതറിംഗ് എന്ന് പറയുന്നത്, സ്മൂതറിംഗ്. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമതാണ് കൂളിംഗ്. കൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ബൈ യൂസിങ് വാട്ടർ അല്ലെ, വെള്ളം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കൂളിംഗ് ചെയ്യുക. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്താണ് ഫയർ കെട്ടുപോകുന്നത് നമുക്കറിയാം അല്ലെ. അങ്ങനെ 3 മെത്തേഡുകളാണ്. അപ്പോൾ സ്റ്റാർവിംഗ് എന്ന് പറഞ്ഞാൽ ഫ്യൂലാണ്, സ്മൂതറിംഗ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കട്ട് ചെയ്യുന്നതാണ്, കൂളിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ടെമ്പറേച്ചർ കുറയ്ക്കുന്ന ഒരു പ്രോസസ്സാണ് കൂളിംഗ്. നമ്മൾ സാധാരണ കൂളിംഗ് എന്ന് പറയാറില്ലേ, ടെമ്പറേച്ചർ കുറയ്ക്കുക. ഇവിടെ വെള്ളം യൂസ് ചെയ്തുകൊണ്ടാണെന്നുള്ളത് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെ 3 ആ ടൈം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, തെറ്റിപ്പോകരുത്. മറ്റു ചോദ്യത്തിലേക്ക് വരാം, ഫയറുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഫയറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നിരവധി ക്ലാസ്സസ് ഉണ്ട് അല്ലെ, ക്ലാസ് എ, ബി, സി, അങ്ങനെ നിരവധി ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ക്ലാസ് എ ഫയർ ആണ് ഇവിടെ ഫോക്കസ് ചെയ്തത്. ക്ലാസ് എ ഫയർ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ക്ലാസ് എ ഫയർ ഇൻക്ലൂഡ്സ് ഫ്ലെയിമബിൾ ലിക്വിഡ് സച്ച് ആസ് ഗ്യാസോലിൻ, പെട്രോളിയം ഗ്യാസസ്, ടാർ, ഓയിൽ ബേസ്ഡ് പെയിന്റ്സ്, സോൾവെന്റ്സ് ആൻഡ് ആൽക്കഹോൾ. കറക്റ്റ് ആണോ? അല്ല, കറക്റ്റ് അല്ല അല്ലെ. ഈ പറഞ്ഞ ക്ലാസ് എ എന്ന് പറയുന്നത് നമുക്കറിയാത്തതിൽ കോട്ടൺ വേസ്റ്റുകൾ, വുഡ്, അതൊക്കെയാണ് ക്ലാസ് എ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നോക്കി, അത് ഒന്നാമത് തെറ്റാന്ന് പറയാം. അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റിനകത്ത് അപ്പൊ എ തെറ്റാണ് എന്നുള്ളത് കിട്ടി അല്ലെ. അപ്പൊ ബി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ക്ലാസ് ഫയർ വിൽ യൂസ് ആഷസ്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് അല്ലെ. ഇത് പറഞ്ഞ രീതിയിൽ നമുക്ക് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇത്തരത്തിലുള്ള ആഷസ് കിട്ടുന്നുണ്ടാവും അല്ലെ. കത്തിക്കഴിഞ്ഞതിന്റെ ആ ഒരു എന്താണ് ബൈ പ്രോഡക്ട്സ് ആയിട്ട് ആഷസ് കിട്ടുന്നുണ്ടാവും. അപ്പൊ കറക്റ്റ് ആണ്, ഓപ്ഷൻ ബി കറക്റ്റ് ആണ്, ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ സിയിലേക്ക് വരാം, അതായത് സ്റ്റേറ്റ്മെന്റ് സിയിലേക്ക് വരാം. ടൈപ്പ് എ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് കണ്ടെയ്ൻ വാട്ടർ. കറക്റ്റ് ആണ്. ഇത്തരത്തിൽ വുഡ് ആയിക്കോട്ടെ, കോട്ടൺ ആയിക്കോട്ടെ, അതൊക്കെ കത്തുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ കെടുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്റ്റിംഗ്വിഷനകത്ത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റിംഗ്വിഷേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. ഈ ഡിയിലേക്ക് വരാം. ഡ്രൈ പൗഡർ എക്സ്റ്റിംഗ്വിഷർ ഈസ് സ്യൂട്ടബിൾ ഫോർ ക്ലാസ് എ ഫയർ. അത് തെറ്റാണല്ലേ, അത് തെറ്റാണ്. ഡ്രൈ പൗഡർ എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ് ഗ്യാസസിനൊക്കെയാണ് അല്ലെ, ഇത്തരത്തിൽ ഗ്യാസ് കൊണ്ട് കത്തുമ്പോഴാണ് നമ്മൾ ഡ്രൈ പൗഡർ ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തെറ്റായിട്ടുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും അവസാനത്തെ സ്റ്റേറ്റ്മെന്റും എയും ബിയും നമുക്ക് തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് ബിയും സിയുമാണ്. അപ്പോൾ നോക്കി, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവുക. ബി ആൻഡ് സി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പം ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് പോയാൽ മതി. ക്ലാസ് എ, ബി, സി. അപ്പോൾ എയുമായി ബന്ധപ്പെട്ട് വാട്ടർ ഫീൽഡ് എക്സ്റ്റിംഗ്വിഷേഴ്സ് യൂസ് ചെയ്യുന്നു. പ്രധാനമായിട്ടും വുഡ്, പേപ്പർ, ക്ലോത്ത്, സോളിഡ് മെറ്റീരിയൽ കത്തുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് എ ഫയർ. ക്ലാസ് ബി എന്ന് പറഞ്ഞാൽ ഓയിൽ ബേസ്ഡ് ഫയർ, ഫ്ലെയിമബിൾ ലിക്വിഫൈഡ് സോളിഡ്സ് ഒക്കെ അത്തരത്തിലുള്ള ക്ലാസ് ബി ഫയർ ഉണ്ട്. അതിനകത്ത് മെയിനായിട്ട് ഫോം, ഡ്രൈ പൗഡർ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. വെൽഡിങ്ങിനൊക്കെ നമ്മൾ സാധാരണ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ക്ലാസ് സി ഫയർ എന്ന് പറയുമ്പോൾ ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഫൈഡ് ഗ്യാസ് ആണ്, ഡ്രൈ പൗഡർ എസ്പെഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്നു. ക്ലാസ് ഡിയിലേക്ക് വരുമ്പോൾ മെറ്റൽസ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ്, ഡ്രൈ പൗഡർ, അതുപോലെ തന്നെ ഹാലോൺ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ആണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് അത്ര പോലെ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് അത് അത്യാവശ്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ഫെറൂൾ യൂസ്ഡ് ഫോർ 100 mm ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ്? 100 mm ഡിസ്ട്രിബ്യൂഷൻ പൈപ്പിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫെറൂളിന്റെ ഡയമീറ്റർ എത്രയാണ്? ഓപ്ഷൻ എ പറയുന്നത് 32, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 15. എത്രയായിരിക്കും വരുന്നുണ്ടാവും ആലോചിച്ച് നോക്കി. ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നു. വേറെ ഓപ്ഷൻ ഉണ്ടോ? ഇവിടെ ഉത്തരം വരിക ഓപ്ഷൻ സി ആയിരിക്കും കേട്ടോ. ഓപ്ഷൻ സി 20 mm ആയിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക. സോ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്തരത്തിൽ നോക്കി അതിന്റെ ഒരു 10 മുതൽ അല്ലെങ്കിൽ 50 വരെയാണ് അതിന്റെ റേഞ്ച് വരുന്നുണ്ടാവുക. എങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 15 mm ഫെറൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 75 mm ഡിസ്ട്രിബ്യൂഷൻ പൈപ്പുകൾക്കും, 20 mm ഫെറൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 100 mm ഡിസ്ട്രിബ്യൂഷൻ പൈപ്പുകൾക്കും, 25 mm ഫെറൂൾ യൂസ് ചെയ്യുന്നത് 150 mm ഡിസ്ട്രിബ്യൂഷൻ. ഇത് 25 mm ഫെറൂളിന്റെ 150 mm ഡിസ്ട്രിബ്യൂഷൻ പൈപ്പുകളുടെ ചോദ്യം പ്രീവിയസ് ഇയർ വന്നിട്ടുണ്ട്. ഓർത്തിരിക്കാം. അപ്പം 150 mm ഡിസ്ട്രിബ്യൂഷൻ പൈപ്പുകൾക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫെറൂളിന്റെ ഡയമീറ്റർ എത്രയാണെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്, 25 mm. അപ്പോൾ ഇതും കൂടി ഒന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. 100 mm ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫെറൂൾ ഡയമീറ്റർ 20 mm ആണ്. 75 mm ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫെറൂളിന്റെ ഡയമീറ്റർ എത്രയാണ്? 15 mm എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, ഡയമീറ്റർ ഓഫ് ദ ഫെറൂൾ ഷുഡ് ബി 5 mm ലെസ് ദാൻ ദാറ്റ് ഓഫ് സർവീസ് പൈപ്പ് ഡയമീറ്റർ. ഒരു കാര്യം കൂടി ഓർത്തിരിക്കാം, ദാറ്റ് ഈസ്
സർവീസ് പൈപ്പ് ഡയമീറ്ററിൽ നിന്നും എത്രയാണ് 5 mm കുറവാണല്ല എപ്പോഴും നമ്മുടെ ആ ഒരു ഫെറൂളിന്റെ ഡയമീറ്റർ എന്ന് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ലെഡ് പൈപ്പ് ആർ കോമൺലി അവൈലബിൾ ഇൻ ഡയമീറ്റർ റേഞ്ച്. ലെഡ് പൈപ്പ് സാധാരണഗതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡയമീറ്റർ റേഞ്ച് എന്താണ്? 6 മുതൽ 25 mm, 3 മുതൽ 10 mm, 15 മുതൽ 100 mm, 5 മുതൽ 30 mm. ഓപ്ഷൻ ഡി 5 to 30 mm. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലെഡ് പൈപ്പുകൾ 15 മുതൽ 100 mm ആണ്. ലെഡ് പൈപ്പുകൾ 15 മുതൽ 100 mm ആണ്. അപ്പൊ ലെഡ് പൈപ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട 1-2 പോയിന്റുകൾ മാത്രം ഓർത്തിരിക്കാം. അപ്പൊ ലെഡ് പൈപ്പുകൾ നമ്മൾ സാധാരണഗതിയിൽ ഫ്ലഷ് പൈപ്പിലും അതുപോലെ തന്നെ എക്സ്പാൻഷൻ ജോയിന്റുകളിലും ഫ്ലെക്സിബിൾ ജോയിന്റിലും ട്രാപ്പിലും ഒക്കെ നമ്മൾ ഇത്തരത്തിൽ ലെഡ് പൈപ്പുകൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ സപ്ലൈങ് പോർട്ടബിൾ വാട്ടർ. അതായത് ലെഡ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, നമുക്കറിയാം വിഷാംശമുള്ള ഒരു ഘടകം, ഒരു മെറ്റലാണ് ലെഡ് എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുളിക്കുന്ന വെള്ളത്തിന് അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൈപ്പുകൾക്കൊന്നും നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല. പോർട്ടബിൾ വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഡ്രിങ്കിങ് വാട്ടർ ആണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ പോർട്ടബിൾ വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ലെഡ് പൈപ്പ് യൂസ് ചെയ്യാറില്ല എന്നുള്ളത് ഓർത്തിരിക്കാം. കോമൺലി അവൈലബിൾ സൈസ് 15 mm മുതൽ 100 mm ആണ് ഡയമീറ്റർ എന്നുള്ളത് ഓർത്തിരിക്കാം. പൈപ്പ് അപ് ടു 25 mm ഡയമീറ്റർ അവൈലബിൾ ഇൻ 20 meter ലെങ്ത് ഇൻ കോയിൽ ഫോം. ഇത്തരത്തിൽ 25 mm വരെ ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ 20 meter ലെങ്ത് ഒരു കോയിൽ ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 25 mm മുകളിലാണ്. ഓക്കെ, അപ്പം 25 mm മുകളിലാണ് ഡയമീറ്റർ എന്നുണ്ടെങ്കിൽ 2 meter മുതൽ 4 meter ലെങ്തിൽ നമുക്ക് കോയിൽ ഫോമിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ലെഡ് പൈപ്പ് കോയിൽ ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതാണ് ലെഡ് പൈപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട 1-2 പോയിന്റുകൾ. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലെഡ് പൈപ്പ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ഹ്യൂംഡ് പൈപ്സ് അല്ലെ, ഇത്തരത്തിലുള്ള ഹ്യൂംഡ് പൈപ്സ് ഉണ്ട്. അപ്പൊ ഓർഡിനറി ഹ്യൂംഡ് പൈപ്സ് ഓഫ് കാറ്റഗറി ക്ലാസ് P1 ഹാവിങ് എ ഡയമീറ്റർ റേഞ്ച്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തവർ ആ ഒരു ടേബിൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഹ്യൂംഡ് പൈപ്സ്, സ്പൺ പൈപ്സ്, അങ്ങനെയുള്ള പൈപ്പുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ കറസ്പോണ്ടിങ് ക്ലാസ്സസും അതുപോലെ തന്നെ അതിന്റെ ഡയമീറ്റർ റേഞ്ച്, അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷറൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പൈപ്പുകളുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് ഹ്യൂംഡ് പൈപ്പ് ഓഫ് കാറ്റഗറി ക്ലാസ് P1 ഹാവിങ് എ ഡയമീറ്റർ റേഞ്ച് 80 മുതൽ 1200 mm, 80 മുതൽ 600 mm, 80 മുതൽ 400 mm, 80 മുതൽ 1000 mm. ശ്രദ്ധിക്കാം, ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക കേട്ടോ. 80 മുതൽ 1200 mm ആണ്. അപ്പൊ നമ്മളുടെ ടേബിൾ നമ്മളുടെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ചോദ്യം കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ടേബിൾസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസ് ഒക്കെ ഒന്ന് ചിലപ്പോൾ ചില ചിത്രത്തിനകത്ത് എക്സ്ട്രാ വാല്യൂസ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഡയമീറ്ററുകൾ അല്ലെങ്കിൽ ലെങ്ത് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ സെപ്റ്റിക് ടാങ്ക് പഠിക്കുന്ന സമയത്ത് ആ സെപ്റ്റിക് ടാങ്ക് ഇരിക്കുന്ന ആ ഒരു ഡയമീറ്റർ വിഡ്ത്ത് എത്രയാണ്, കറസ്പോണ്ടിങ് അതിന്റെ ഡെപ്ത് എത്ര വരുന്നുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചിത്രം വരച്ച് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ചിത്രത്തിൽ നിന്നുള്ള ആ ലെങ്ത് കൃത്യമായിട്ട് എന്തെങ്കിലും ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ ഡയമെൻഷൻസ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ അത് വിട്ട് കളയരുത്, ഒരിക്കലും ഇത്തരത്തിലുള്ള ടേബിളുകൾ വിട്ട് കളയേ ചെയ്യരുത്. അപ്പൊ ഇവിടെ നോക്കി തന്നിരിക്കുന്നതിനകത്ത് എന്താണ് ഹ്യൂംഡ് പൈപ്സുമായി ബന്ധപ്പെട്ടുള്ള കാറ്റഗറി 3 കൊടുത്തിട്ടുണ്ട് അല്ലെ. ക്ലാസ് P1, P2, P3 കൊടുത്തിട്ടുണ്ട്. കറസ്പോണ്ടിങ് ഡയമീറ്റർ ഇൻ mm ചോദിച്ചിട്ടുണ്ട് അല്ലെ. 80 1200 ക്ലാസ് P1 ആണ്. ക്ലാസ് P2 80 600 ആണ്. ക്ലാസ് P3 80 400 ആണെന്നുള്ളതും ഓർത്തിരിക്കാം. അപ്പൊ കറസ്പോണ്ടിങ് അടുത്ത ചോദ്യം വരാൻ സാധ്യതയുള്ള ടെസ്റ്റ് പ്രഷർ ആണ് അല്ലെ. ഇത്തരത്തിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രഷർ എത്രയാണ്? അപ്പൊ അത് 2 ആണെന്നുള്ളത് ഓർത്തിരിക്കാം. 2 kg/cm പ്രഷർ കൊടുക്കുന്നുണ്ടാവുക. ഇനി നമ്മളുടെ ക്ലാസ് P2 ആണെന്നുണ്ടെങ്കിൽ അവിടെ 4 kg/cm² ആണ്. ക്ലാസ് P3 ആണെന്നുണ്ടെങ്കിൽ അവിടെ 6 kg/cm² ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ അതിന്റെ യൂസ്, അതായത് നമ്മൾ ഈ പറഞ്ഞ ഓർഡിനറി ഹ്യൂമിഡ് പൈപ്സിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? യൂസ് ഫോർ ഗ്രാവിറ്റി മെയിൻസ് ഡിസൈൻ പ്രഷർ ഷുഡ് നോട്ട് എക്സീഡ് 1.33 kg/cm. സാധാരണഗതിയിൽ ഗ്രാവിറ്റിയുടെ സഹായത്തോടുകൂടിയുള്ള മെയിൻ പൈപ്പുകളിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അവിടെ പ്രഷർ എന്താണ് 1.33 kg/cm² മുകളിൽ പോകരുത് എന്നുള്ളത് കൂടി അവർ പറയുന്നുണ്ട്. ഫോർ യൂസ് ഓഫ് പമ്പിംഗ് മെയിൻസ് ഡിസൈൻ പ്രഷർ നോട്ട് ടു എക്സീഡ് 2 kg/cm. അതായത് നമ്മൾ പമ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അല്ലെ, പമ്പിന്റെ സഹായത്തോടാണ് പ്രഷർ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ മാക്സിമം 2 kg/cm² മുകളിൽ പോവുകയും ചെയ്യരുത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഗ്രാവിറ്റി ആണെന്നുണ്ടെങ്കിൽ 1.33, ഈ പമ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ 2 kg/cm² എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഹ്യൂമിഡ് പൈപ്സ് യൂസ് ചെയ്യാറുണ്ട്. P1, P2, P3 എന്നുള്ളത് ഓർത്തിരിക്കാം. ഡയമീറ്റർ റേഞ്ച് ഓർത്തിരിക്കാം. ടെസ്റ്റ് പ്രഷർ ഓർത്തിരിക്കാം. 2, 4, 6. ഓക്കെ, ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, മറ്റൊരു ചോദ്യം ആസ്ബെസ്റ്റോസ് സിമെന്റ് പൈപ്പുമായി ബന്ധപ്പെട്ടാണ്. Test pressure of class 2 AC pressure pipe. Test pressure of class 2
AC പ്രഷർ പൈപ്പ്. പറഞ്ഞത് ഉത്തരം എന്താണ്? 5 kg/cm² ഉണ്ട്. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 25 kg/cm². ഇവിടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഈസ് 10 kg/cm² ആണ് ഉത്തരം വരുന്നുണ്ടാവും കേട്ടോ. 10 kg/cm². അപ്പൊ അത് ഓർത്തിരിക്കാം. ദാറ്റ് ഈസ് ഇവിടെ AC പ്രഷർ പൈപ്പുമായി ബന്ധപ്പെട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് AC പ്രഷർ പൈപ്പ്, ആസ്ബെറ്റോ സിമന്റ് പ്രഷർ പൈപ്പുമായി ബന്ധപ്പെട്ട് ടെസ്റ്റ് പ്രഷർ ഉണ്ട്. ക്ലാസ് 1, 2, 3, 4, 5 ഇതും ചോദിക്കാം. ഇത്തരത്തില് AC പ്രഷർ പൈപ്പ് എത്ര ക്ലാസ്സുകളുണ്ട്? 5 ക്ലാസ്സുകളാണ് ഉള്ളത്. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4, ക്ലാസ് 5. അപ്പൊ അതിന്റെ ടെസ്റ്റ് പ്രഷർ നോക്കി 5, 10, 15, 20, 25. അപ്പൊ 1, 2, 3, 4, 5 കറസ്പോണ്ടിങ് 5, 10, 15, 20, 25. അപ്പൊ 5 kg/cm² ആണെങ്കിൽ കറസ്പോണ്ടിങ് മീറ്റർ ഹെഡിന്റെ ആ ഒരു ഹെഡിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് മീറ്റർ ദാറ്റ് ഈസ് 50 മീറ്റർ. 10 ആണെന്നുണ്ടെങ്കിൽ അത് 100 മീറ്റർ. 15 ആണെങ്കിൽ 150 മീറ്റർ. 200 ആണെങ്കിൽ അല്ലെങ്കിൽ 20 kg/cm² ആണെങ്കിൽ കറസ്പോണ്ടിങ് 200 മീറ്റർ. അതുപോലെ തന്നെ 25 kg/cm² ആണെങ്കിൽ കറസ്പോണ്ടിങ് 250 മീറ്റർ എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അത് ഒന്നെങ്കിൽ മീറ്ററിൽ തരാം, ഹെഡിൽ തരാം, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് പ്രഷറിൽ തരാം, kg/cm² തരാം. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് 5, 10, 15, 20, 25 ഓർത്തിരിക്കാം. അപ്പൊ ക്ലാസ് 5 ആണെന്നുണ്ടെങ്കിൽ 25 kg/cm² ആണ് പ്രഷർ, ടെസ്റ്റ് പ്രഷർ എന്ന് പറയുന്നത്. ക്ലാസ് 2 ചോദ്യം, ഇവിടെ ചോദ്യം തന്നെ ക്ലാസ് 2 ആണ്. അത് കറസ്പോണ്ടിങ് 10 kg/cm² ആണ് എന്റെ ടെസ്റ്റ് പ്രഷർ എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. PVC പൈപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. PVC പൈപ്സ് ആർ അവൈലബിൾ ഇൻ ഡയമീറ്റർ റേഞ്ച്. PVC പൈപ്പ് നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഡയമീറ്റർ എത്രയാണ് സാധാരണ? തന്നെയാണ്, കറക്റ്റ് ആണ്. 15 മുതൽ 315 mm ആണ്. 15 മുതൽ 315 mm ആണ് നമുക്ക് PVC അല്ലെ, പോളിവിനൈൽ ക്ലോറൈഡ് പൈപ്പുകൾ, PVC പൈപ്പുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡയമീറ്റർ റേഞ്ച്. ഓക്കെ, അത് കറക്റ്റ് ആണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. PVC പൈപ്സ് ആർ അവൈലബിൾ ഇൻ ഹൗ മെനി ഗ്രേഡ്സ്? എത്ര ഗ്രേഡുകളിൽ അവൈലബിൾ ആണ്? 6, 3, 5, 2. ഏതാണ്? 6 മീറ്റർ. ഇവിടെ ശ്രദ്ധിക്കുക, മീറ്റർ വെച്ചിരിക്കുന്ന ഗ്രേഡ്. ഓപ്ഷൻ ബി ആണ്. 3 ഗ്രേഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, PVC പൈപ്സ് ആർ അവൈലബിൾ ഇൻ 3 ഗ്രേഡ്സ്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ കേട്ടോ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ തന്നെ അവിടെ കൺഫ്യൂഷൻ വരാം. ഇപ്പം നേരത്തെ 6 മീറ്ററിന്റെ കാര്യം പറഞ്ഞു, അത് ലെങ്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഇവിടെ ലെങ്ത് അല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? ഗ്രേഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 3 ഗ്രേഡ് ആണെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കാം. അപ്പം PVC തിക്ക് പൈപ്പ് ഉണ്ട്, PVC മീഡിയം പൈപ്പ് ഉണ്ട്, PVC തിൻ പൈപ്പ് ഉണ്ട്. ഓക്കെ, തിക്ക് പൈപ്പ് എന്ന് പറയുമ്പോൾ പ്രഷർ പൈപ്പ്, അതുപോലെ തന്നെ PVC മീഡിയം പൈപ്പ് എന്ന് പറയുമ്പോൾ വേസ്റ്റ് പൈപ്പായിട്ട് യൂസ് ചെയ്യുന്നു. PVC തിൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിംഗ് കോൺഡ്യൂട്ടുകൾ അല്ലെ, നമ്മുടെ ഇലക്ട്രിക്കൽ വയറിംഗ് കോൺഡ്യൂട്ടുകളായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന തിൻ പൈപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ 3 ഗ്രേഡ്സ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. 3 ഗ്രേഡുകളാണ്. അപ്പം ഓരോ ഗ്രേഡിന്റെയും നമുക്ക് എന്താണ് യൂസ് കൂടെ ഓർത്തിരിക്കാം. തിക്ക് ആണെന്നുണ്ടെങ്കിൽ പ്രഷർ പൈപ്പ്, മീഡിയം ആണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് പൈപ്പ്, തിൻ ആണെന്നുണ്ടെങ്കിൽ വയറിംഗ് കോൺഡ്യൂട്ടുകൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The type of joint, പൈപ്പ് ജോയിന്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. പൈപ്പ് ജോയിന്റുമായി ബന്ധപ്പെട്ട് ടൈപ്പ് ഓഫ് ജോയിന്റ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ടെമ്പററി പൈപ്പ് ലൈൻസ്. ടെമ്പററി പൈപ്പ് ലൈൻസ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പൈപ്പ് ജോയിന്റ് ഏതാണ്? ഫ്ലാഞ്ച്ഡ് ജോയിന്റ് ആണ്. ഒന്നും വേണ്ട, ഫ്ലാഞ്ച്ഡ് ജോയിന്റ് ആണ്. അപ്പൊ അത്തരത്തിൽ ഫ്ലെക്സിബിൾ ജോയിന്റ്, യൂണിവേഴ്സൽ ജോയിന്റ്, കോളാർ ജോയിന്റ്, തരത്തിലുള്ള മെക്കാനിക്കൽ വിറ്റോളിക് ജോയിന്റ്, അപ്പൊ പലതരത്തിലുള്ള ജോയിന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് ഫ്ലാഞ്ച്ഡ് ജോയിന്റ് ആണ് നമ്മൾ ടെമ്പററി പൈപ്പ്. അത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. ചെറിയ അലൈൻമെന്റ് വ്യത്യാസമൊക്കെ നമുക്ക് ഓക്കെയാണ്. അപ്പൊ അത്തരത്തിൽ ഫ്ലാഞ്ച്ഡ് ജോയിന്റുകളാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ഫ്ലാഞ്ച്ഡ് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലാഞ്ച്ഡ് ജോയിന്റിനകത്ത് നമ്മൾ എന്താണ് ഇത്തരത്തിൽ നട്ട് ബോൾട്ട് ഒക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒന്നുകിൽ അത് ഇത്തരത്തിലുള്ള സോളിഡ് ആയിട്ടുള്ള ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലാഞ്ചസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്തിട്ടുള്ള ഫ്ലാഞ്ചസ് അവൈലബിൾ ആണ്. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള ഫ്ലാഞ്ചസ് നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് നമ്പർ ഓഫ് ബോൾട്ടുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോന്നിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഡയമീറ്ററിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അങ്ങനെ പലതരത്തിൽ നമുക്ക് എന്താണ് അവൈലബിൾ ആണ് എന്നുള്ള ഓർത്തിരിക്കാം. സോ നമ്മൾക്ക് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള എന്താണ് പെട്ടെന്ന് നമുക്ക് എന്താണ് ടെമ്പററി പൈപ്പ് ലൈൻ ജോയിന്റുകളിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഫ്ലാഞ്ച്ഡ് ജോയിന്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ഇൻ ദ മാർക്കറ്റ് 25 mm GI pipe normally available in dash length. 6 meter. സംശയം വേണ്ട, 6 മീറ്റർ തന്നെയാണ്. 6 മീറ്റർ പൈപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. GI എന്ന് പറഞ്ഞാൽ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പാണ്. അപ്പൊ റോട്ടയന്റെ മുകളിൽ അല്ലെ, റോട്ടയന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇത്തരത്തിലുള്ള സിങ്ക് കോട്ട് ചെയ്യുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ ഗാൽവനൈസ്ഡ് പൈപ്പുകൾ നമ്മൾ സാധാരണഗതിയിൽ 6 മീറ്റർ അവൈലബിൾ ആണ്. അപ്പോൾ ഈ GI പൈപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ക്ലാസ്സസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട്. ഹൈ ക്ലാസ്, മീഡിയം ക്ലാസ്, ലോ ക്ലാസ്. ഹൈ ക്ലാസ് എന്ന് പറയുമ്പോൾ, ഹൈ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് എന്താണ്? C ക്ലാസ് ആണ്. അതിന്റെ കളർ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? റെഡ് ആണ്.
ഓക്കെ, മീഡിയം എന്ന് പറഞ്ഞാൽ ബി ആണ്. ഓക്കെ, എം ബി നോക്കിയായിരുന്നു, എം ബി. ഓക്കെ, എം ബി എന്ന് പറഞ്ഞാൽ മീഡിയം ആണ്, അത് ബ്ലൂ, അത് ബ്ലൂ തന്നെയാണ്. അപ്പോൾ എന്താണ് എം ബി, മീഡിയം ആണ്, ബ്ലൂ ആണ്, അതുപോലെ തന്നെ എന്താണ് ബി ക്ലാസ്സും കൂടിയാണ്. അപ്പൊ അത് എന്താണ് മീഡിയം ആണ് ബി എന്ന് പറയുന്നത്. ഇനി നോക്കിയാൽ ലോ എന്ന് പറഞ്ഞാൽ അത് എ ക്ലാസ് ആയി അല്ലെ. ലോ എന്ന് പറഞ്ഞാൽ അവിടെ എ ക്ലാസ് ആയി, അത് യെല്ലോ ആണ് അല്ലെ, യെല്ലോ. അപ്പൊ അത്തരത്തിലൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഹൈ, മീഡിയം, ലോ ഉണ്ട്. കളർ കോഡാണ് കറസ്പോണ്ടിങ് റെഡ്, ബ്ലൂ, യെല്ലോ. അപ്പൊ ഹൈ ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് സി ക്ലാസ് അല്ലെ. ഹൈ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് സി ക്ലാസ് ആണ്. അപ്പൊ കറസ്പോണ്ടിങ് റെഡ് ആണ് കളർ. മീഡിയം നമ്മൾ നേരത്തെ പറഞ്ഞു എം ബി അല്ലെ, മീഡിയം ബ്ലൂ, എന്താണ് കറസ്പോണ്ടിങ് ബി ക്ലാസ്. ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോ ആണെങ്കിൽ തന്നെയും അത് ക്ലാസ് ഹൈ ആണ്. ലോ ആണെങ്കിൽ തന്നെയും ക്ലാസ് ഹൈ ആണ്, എ ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ എ ക്ലാസ് എന്ന് പറയുന്നത് ലോ എന്ന് പറയുന്ന അറിയപ്പെടുന്നു. സോ അത് യെല്ലോ കളറാണ് കൂടി കൊടുത്തിരിക്കുക. അപ്പം ഈ സാധാരണ ചോദ്യം ചോദിക്കാറുള്ളത് വാട്ടർ സപ്ലൈയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രേഡ് ഏതാണ്? ഇത് മീഡിയം ഗ്രേഡ് ആണ് കേട്ടോ, മീഡിയം ഗ്രേഡ് ആണ്. അപ്പൊ മീഡിയം ഗ്രേഡ് എന്ന് പറയുമ്പോൾ അത് ബ്ലൂ അല്ലെ, മീഡിയം എന്ന് പറഞ്ഞാൽ ഇത് ബ്ലൂ ആണ് അല്ലെ, ബ്ലൂ കളർ കാണപ്പെടുന്നു, ബി ക്ലാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. മീഡിയം ഗ്രേഡ് പൈപ്പാണ് ഇവിടെ നമ്മൾ വാട്ടർ സപ്ലൈയിൽ യൂസ് ചെയ്യുന്നത് ഓർത്തിരിക്കാം. ഓക്കെ, ദ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് ഈസ് സ്പെസിഫൈഡ് ബൈ ദ നോമിനൽ ബോർ. ഇത്തരത്തിലുള്ള നോമിനൽ ബോറിലാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. ജി പൈപ്പ് സാധാരണ 6 മീറ്റർ ലെങ്ത് അവൈലബിൾ ആണ്. ഇത്രയും പോയിന്റ് അത്യാവശ്യം നമ്മുടെ ജി ഐ പൈപ്പുമായി ബന്ധപ്പെട്ട്, പൈപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കണം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഫെറൂൾ ഈസ് മെയ്ഡ് ഔട്ട് ഓഫ്, ഫെറൂൾ ഈസ് മെയ്ഡ് ഔട്ട് അല്ലെങ്കിൽ ഗൺ മെറ്റലും കാണാറുണ്ട് കേട്ടോ, ഗൺ മെറ്റൽ. അപ്പൊ ബ്രാസ് അല്ലെങ്കിൽ ഗൺ മെറ്റൽ രണ്ടും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട്, ബ്രാസ് അല്ലെങ്കിൽ ഗൺ മെറ്റൽ. അപ്പൊ ഗൺ മെറ്റൽ എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആണ്? ഗൺ മെറ്റൽ എന്ന് പറയുന്നത് എന്തിന്റെ അലോയ് ആണ്? കോപ്പർ, ടിന്ന് അല്ലെ, ടിന്ന് അതുപോലെ എന്താ സിങ്ക് കേട്ടോ, ഓർത്തിരിക്കാം. കോപ്പർ, ടിന്ന്, സിങ്ക് കേട്ടോ. അതായത് ഗൺ മെറ്റൽ എന്ന് പറയുന്നത് കോമ്പിനേഷൻ, അലോയ് ഓഫ് കോപ്പർ, ടിന്ന്, സിങ്ക്. ഓക്കെ, അപ്പം കോപ്പറും ടിന്നും ആണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? ബ്രോൺസ്. കോപ്പറും സിങ്കും ആണെന്നുണ്ടെങ്കിലോ ഓർത്തിരുന്നാൽ മതി. അപ്പം ഇത്തരത്തിൽ എല്ലാം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ ഗൺമെറ്റൽ കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഓർത്തിരുന്നാൽ മതി. അപ്പൊ ചോദിച്ചോളൂ. സാഡിൽ എന്ന് പറഞ്ഞിട്ട് സാഡിൽ യൂസ് ചെയ്യും, സർവീസ് ലൈനിൽ നിന്ന് കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാഡിൽ യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. യൂസ് ചെയ്യാറുണ്ട്. സാർ അതിന്റെ ഒരു എന്താണ് അതിന്റെ യൂസ് എന്ന് പറഞ്ഞത്? സാഡിൽ നമ്മൾ ടീ അതായത് സാധാരണഗതിയിൽ ഈ ഫെറൂള് എല്ലായിടത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ജോയിന്റ് ടീ അടിച്ചിട്ട് നമ്മൾ സാഡിൽ ഇട്ടിട്ടായിരിക്കും നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ഫെറൂള് കണക്ട് ചെയ്യുന്നുണ്ടാവുക. അതാണ് സംഗതി. അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന സമയത്ത് അത്തരത്തിലാണ് നമ്മൾ ജോയിന്റ്, അതായത് നമ്മൾ സർവീസ് പൈപ്പിൽ നിന്നും റോഡിൽ കൂടെ ഒക്കെ പോകുന്ന പൈപ്പിൽ നിന്ന് നമ്മൾ കണക്ഷൻ എടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫെറൂൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇത്തരത്തിൽ സാഡിൽ ടീ ഇട്ടിട്ട് നമ്മൾ ടീ വെച്ച് ടീ ഇട്ടതിന് ശേഷം സാഡിൽ ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഗൺമെറ്റ് ഇത് നമ്മുടെ ഫെറൂൾ ഇട്ട് നമ്മൾ എടുക്കുന്നുണ്ടാവുക, കണക്ഷൻ എടുക്കുന്നുണ്ടാവുക. അതാണ് സംഗതി. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ക്ലിയർ ആയില്ലേ? സാഡിൽ എന്താണ് സംഭവം? ക്ലിയർ ആയി. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഡയമീറ്റർ റേഞ്ച് ഓഫ് ഫെറൂൾ യൂസ്ഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ്? ഇങ്ങനെ ജനറലൈസ് ആയിട്ടുള്ള ചോദ്യം വരികയാണ്, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഡിസ്ട്രിബ്യൂഷൻ പൈപ്പുകൾ നമ്മൾ സാധാരണ ആ ഒരു റേഞ്ച് എത്രയാണ്? വാട്ട് ഈസ് ദ ഡയമീറ്റർ റേഞ്ച് ഓഫ് ഫെറൂൾ യൂസ്ഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ്? 1575, 10 പറഞ്ഞോളൂ. 1050 മുതൽ 50 mm വരെയാണ് നമ്മൾ ആ ഫെറൂളിന്റെ ആ ഒരു സൈസ് സാധാരണ യൂഷ്വലി ബിറ്റ്വീൻ 10 to 15 mm ഡയമീറ്റർ. 10 to 50 mm 50 അല്ലെ, 10 to 50 mm ഡയമീറ്റർ. ഓക്കെ, അതൊന്ന് കൃത്യമായിട്ട് ഓർത്തിരുന്നാൽ മതി. സോ ഫെറൂളുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം, പൈപ്പ് ഫിറ്റിംഗ് യൂസ്ഡ് ടു കണക്ട് ഫ്ലെക്സിബിൾ ഹോസ് ടു ദ പൈപ്പ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഹോസ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ബി ബാർബ്. അതായത് നമ്മുടെ എന്താണ്, ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ കാണാറുള്ളത് നമ്മുടെ സ്റ്റൗ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഗ്യാസ് ബർണറുമായി ബന്ധപ്പെട്ട് ബർണറിന് പുറകിൽ നമ്മുടെ സിലിണ്ടറിൽ നിന്ന് വരുന്ന ഹോസ് കണക്ട് ചെയ്യാൻ ഒരു സാധനം കണ്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സാധനം കണ്ടിട്ടുണ്ടാവും അല്ലെ? കണ്ടിട്ടില്ലേ എല്ലാവരും? ഇങ്ങനെ സാധനം കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അതെ. ഓക്കെ, അത് തന്നെ നമ്മുടെ റെഗുലേറ്ററിന് അല്ലെങ്കിൽ ഈ സിലിണ്ടറിൽ നിന്ന് കണക്ഷൻ വന്നിട്ട്
സ്റ്റൗവിലേക്ക് വരുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാം ബാർ എന്നാണ് പറയാം. അപ്പൊ അത്തരത്തിലുള്ള ഫ്ലെക്സിബിൾ ഹോസസ് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ബാർബ് എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ, ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: പൈപ്പ് ഫിറ്റിംഗ്സ് യൂസ്ഡ് ടു കണക്ട് 3 pipes at deviation of 90 degree. Pipe fittings used to connect 3 pipes at a deviation of 90 degree. Process. Option C. Option yes, right answer ആണ് 3-way elbow. 3-way elbow. 3-way elbow ആണ് നമ്മൾ സാധാരണഗതിയിൽ എന്താണ് ഡീവിയേഷൻ അല്ലേ, 3 പൈപ്പുകൾ നമുക്ക് 90 ഡിഗ്രി ഡീവിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3-way elbow. അപ്പൊ ഒന്ന് ഓർത്തിരുന്നാൽ മതി, 3-way elbow എന്ന് പറയുന്ന ഒരു പൈപ്പ് ഫിറ്റിംഗ് ഉണ്ട്. അപ്പൊ ബാക്കി ക്രോസ്, യൂണിയൻ എൽബോ, അതുപോലെ തന്നെ ടി ബ്രാഞ്ച്, അതൊക്കെ നമുക്കറിയാം. അപ്പൊ ഇവിടെ ചിത്രത്തിൽ ഇതാണ് നമ്മുടെ 3-way, ഇതാണ് നമ്മുടെ 3-way എൽബോ എന്ന് പറയുന്നത്. ഓർത്തിരിക്കാം, 3 അല്ലേ, ചിത്രത്തിൽ 3 ഉണ്ട് അല്ലേ. സോ അത് നമുക്ക് 90 ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രാഞ്ചസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ക്രോസ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ക്രോസ്. ഇതാണ് നമ്മുടെ യൂണിയൻ എൽബോ എന്ന് പറയുന്നത്. യൂണിയൻ, ഇവിടെ നമ്മുടെ യൂണിയനും ഉണ്ട്, കറസ്പോണ്ടിങ് എൽബോയും ഉണ്ട് അല്ലെ. അപ്പൊ യൂണിയൻ എൽബോ, ഇതാണ് നമ്മുടെ ടി ബ്രാഞ്ച്. ഇതാണ് നമ്മുടെ ആ ഒരു 4 ചിത്രങ്ങൾ, 4 ഓപ്ഷന്റെ 4 ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. സോ 4 ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതൊക്കെ പൈപ്പ് ഫിറ്റിംഗ്സുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ പൈപ്പ് ഫിറ്റിംഗ്സ് യൂസ്ഡ് ടു കണക്ട് പൈപ്പ് ലൈൻസ് ഫോർ ഈസി ഡിസ്മാന്റ്ലിംഗ് ആൻഡ് റിപ്പയർ. യൂണിയൻ. സംശയം ശ്രദ്ധിക്കുക, യൂണിയൻ അല്ലെ. ഓപ്ഷൻ ഡി യൂണിയൻ ആണ് ഉത്തരം വരുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ ഈസി ഡിസ്മാന്റിലിംഗും റിപ്പയറിംഗും ഒക്കെ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് നമ്മൾ ജോയിന്റ് ആണ് യൂണിയൻ ജോയിന്റ് കേട്ടോ. ഓക്കെ, ഓർത്തിരിക്കാം. അപ്പൊ ഇത്തരത്തിൽ നോക്കി ഇവിടെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എൽബോ കാണാൻ സാധിക്കും, അതുപോലെ തന്നെ യൂണിയൻ കാണാൻ സാധിക്കും. ഈ ചിത്രത്തിൽ കാണുന്ന എന്താണ്, ഇതെന്താണ്? ഇതെന്താണ്? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഐഡിയ നമുക്ക് വേണം. മറ്റൊരു ചോദ്യം പൈപ്പ് സിമ്പലുമായി ബന്ധപ്പെട്ട്, ഇത്തരത്തിൽ പൈപ്പ് ഫിറ്റിംഗ് സിമ്പൽസുമായി ബന്ധപ്പെട്ട ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഈ ചിത്രത്തിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ്. ക്യാപ്പ് ഓർ പ്ലഗ് തന്നെയാണ്. ഓപ്ഷൻ ഡി ക്യാപ്പ് ഓർ പ്ലഗ് ആണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഈ പറയുന്ന രീതിയിൽ ബെൻഡ്, അതുപോലെ തന്നെ ബെൻഡ് തന്നെ 45 ഡിഗ്രി ഉണ്ട്, ക്രോസ് 90 ഡിഗ്രി ആണ്. ഓക്കെ, ഇത് നോക്കി എൽബോ 90 ഡിഗ്രി, ഓക്കെ എൽബോ 45 ഡിഗ്രി ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലൊക്കെ ഒരു എന്താണ് സിമ്പിൾ വന്നാൽ നമുക്ക് നോക്കി കോൺസെൻട്രിക് റെഡ്യൂസർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ എക്സെൻട്രിക് റെഡ്യൂസർ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. എക്സെൻട്രിക് ആയിട്ടുള്ള റെഡ്യൂസർ നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോ കോൺസെൻട്രിക് ആണ്, 2 ഭാഗത്തേക്ക് ഒരേപോലെ കോൺസെൻട്രിക് ആണ് റെഡ്യൂസർ. നമുക്കിത് സ്ക്രൂഡ് അല്ലെങ്കിൽ യൂണിയൻ ആണ് കൊടുത്തിരിക്കുന്നത്. യൂണിയന്റെ സിമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. പ്ലഗ് അല്ലെങ്കിൽ ക്യാപ്പ്, ഇത് ജോയിന്റ് അല്ലെങ്കിൽ സോക്കറ്റ്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഇത് ടി മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ, ടി ആണെന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള സിമ്പിൾസ് കൂടി നമുക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ജനറലി ദ pH വാല്യൂ ഓഫ് ഫ്രഷ് സീവേജ് ഈസ് more than 7. ശ്രദ്ധിക്കാട്ടോ, more than 7. അപ്പൊ ജനറലി ദ pH വാല്യൂ ഓഫ് ഫ്രഷ് സീവേജ് എന്ന് പറയുന്നതായിരിക്കും more than 7. അതൊരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുക. സോ more than 7 ആണെന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The resistance of metal against indentation, hardness, toughness, ductility, malleability, ഏതായിരിക്കും? ഹാർഡ്നെസ്. ഓപ്ഷൻ എ ഹാർഡ്നെസ് ആണ് മറ്റൊരു ചോദ്യം. അപ്പൊ ഹാർഡ്നെസ് എന്ന് പറയാൻ നമുക്കറിയാം റെസിസ്റ്റൻസ് ടു ഇൻഡന്റേഷൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടു വെയർ, അബ്രഷൻ, പെനട്രേഷൻ ഒക്കെ നമ്മൾ ഹാർഡ്നെസ് എന്ന് പറയുന്നുണ്ടാവും. ഹാർഡ്നെസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുണ്ട്. ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഡയമണ്ട് ആണ്. ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഏതായിരിക്കും? ഏറ്റവും സോഫ്റ്റസ്റ്റ് ഏതാ? ടാൽക്ക് അല്ലെ. ടാൽക്ക് ആണ് ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള, നമ്മുടെ ടാൽക്കൻ പൗഡർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അത്തരത്തിലുള്ള ടാൽക്കാണ് ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള. മറ്റൊരു മേഖല നമ്മുടെ മെൽറ്റിംഗ് പോയിന്റുമായി ബന്ധപ്പെട്ട ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇന്നലെ നടന്ന എക്സാമിനും മെൽറ്റിംഗ് പോയിന്റുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിരുന്നു. അത് ചോദിച്ചത് കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ് ആണ്. കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാ? 1083 അല്ലെ, 1083 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ചോദ്യം എന്താ? അലൂമിനിയം ആണ്. പ്യുവർ അലൂമിനിയം, പ്യുവർ അലൂമിനിയം 659 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 660 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ 420 ഏതാണ്? 232 1083 കോപ്പർ. ഓക്കെ ഫൈൻ. അപ്പൊ അത് അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന നമ്മളുടെ മെറ്റൽസിന്റെ ഒരു മെൽറ്റിംഗ് പോയിന്റ് ഒരു ഐഡിയ നമുക്ക് വേണം. ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ്. മറ്റൊരു ചോദ്യം 1005 ബ്രോൺസ്. ഓക്കെ 1005 ബ്രോൺസ്. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം ടഫ്നെസ് ഈസ് ദ പ്രോപ്പർട്ടി ഓപ്പോസിറ്റ് ടു ഡാഷ്.
ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെറ്റീരിയൽ എബിലിറ്റി അല്ലെ അബ്സോർബ് ചെയ്യാൻ അല്ലെ, എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ബിഫോർ ഫെയിലിയർ അല്ലെ, ഫെയിലിയർ ആവുന്നതിന് മുന്നേ നമുക്ക് എത്രത്തോളം എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുള്ള കപ്പാസിറ്റിയാണ് ടഫ്നെസ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, ടഫ്നെസ്സിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മൾ ബ്രിട്ടിൽനെസ് എന്നുണ്ടാവുക അല്ലെ, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് അല്ലെ, അവിടെ എനർജി ഒന്നും അബ്സോർബ് ചെയ്യുന്നുണ്ടാവില്ല, തറയിലിട്ട് അപ്പം തന്നെ പൊട്ടിപ്പോകും. അപ്പൊ അത്തരത്തിലുള്ള വളരെ എന്താണ് ബ്രിട്ടിൽ ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ കാസ്റ്റേൺ ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ ആണ് അല്ലെ, കാസ്റ്റേൺ എന്ന് പറയുന്നത് ബ്രിട്ടിൽ മെറ്റീരിയൽ. കാര്യം എന്ന് വെച്ചാൽ എന്താണ്, അത് നിലത്തിട്ട് അപ്പോഴേ പൊട്ടിപ്പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. എന്നാൽ ഏറ്റവും ടഫ്നെസ് ഉള്ള ഒരു മെറ്റീരിയൽ പൊതുവെ നമ്മൾ എന്താ പറയാ, എക്സാമ്പിൾ പറഞ്ഞേ, ടഫ്നെസ് ഉള്ള ഒരു മെറ്റീരിയൽ ക്രെയിൻസിനെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു മെറ്റീരിയലാണ്. ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത്തരത്തിൽ. റോട്ടയൺ. അപ്പൊ റോട്ടയനുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നിട്ടുള്ളത് പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്നറിയപ്പെടുന്നത് റോട്ടയൺ ആണ്. റോട്ടയൺ ആണ്. രണ്ടാമത് റോട്ടയൺ നിർമ്മിക്കുന്ന ഫർണസ് പടിൽ ഫർണസ്, അത് പ്രോസസ്സ് പടിൽ പ്രോസസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ റോട്ടയനുമായി ബന്ധപ്പെട്ട് മറ്റു ചോദ്യം വന്നിട്ടുള്ള റെയിൻ ഹൂക്കുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? റോട്ടയൻ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പ്രീവിയസ് ഇയർ. കേൾക്കുന്നില്ല, ഒന്നുകൂടെ പറഞ്ഞേ. റോട്ടയന്റെ വരുമ്പോ 1593 അല്ലേ വരുന്നത്? അതെ, റോട്ടയന്റെ ആ ഒരു മെൽറ്റിംഗ് പോയിന്റ് വരുന്നത് അത്രയാണ്, 1590 ആ റേഞ്ച് വരും. കറക്റ്റ് ആണ്. യെസ്. ടഫ്നെസ്സുമായി ബന്ധപ്പെട്ട വളരെ ടഫായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മുടെ റോട്ടയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പലപ്പോഴും വരാറുള്ള റോട്ടയൻ തന്നെയാണ് കേട്ടോ, ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്നറിയപ്പെടുന്ന റോട്ടയൻ. ഓക്കെ, ഫൈൻ. സോ അത് ഓർത്തിരിക്കാം. സോ റോട്ടയൻ ആൻഡ് അലൂമിനിയം ഹാവ് ഡാഷ് സ്ട്രക്ചർ. റോട്ടയന്റെ സ്ട്രക്ചർ എന്താണ്, അല്ലെങ്കിൽ അലൂമിനിയത്തിന്റെ സ്ട്രക്ചർ എന്താണ്? യെസ്, ഫൈബ്രസ് ആണ്. ഫൈബ്രസ് സ്ട്രക്ചർ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. മെറ്റൽസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഏരിയയിൽ നിന്നും കൃത്യമായിട്ട് ചോദ്യം വരാറുണ്ട് ഇത്തരത്തിൽ. അപ്പോൾ ഫൈബ്രസ് സ്ട്രക്ചർ ആണ്. കാർബൺ കണ്ടന്റ് വളരെ കുറവാണ്, 0.02% ഉള്ളൂ കാർബൺ കണ്ടന്റ്, വളരെ കുറവാണ്. ഓക്കെ, അപ്പോ ഇന്നലെ നടന്നൊരു ചോദ്യത്തിനകത്ത് ഇതൊരു ചോദ്യം വന്നിരുന്നു. അപ്പൊ കാർബൺ കണ്ടന്റ് ഇല്ലാത്ത ഒരു വളരെ കാർബൺ 0 ആയിട്ടുള്ള നമ്മളുടെ ആ ഒരു ഫെറൈറ്റ് എന്നുള്ള ചോദ്യം വന്നിരുന്നു അല്ലെ. ഫെറൈറ്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിൽ ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ളതും എന്ത് തന്നെയാണ്? ഫെറൈറ്റ് ആണ്. ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഫെറൈറ്റ് ആണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അപ്പം സോഫ്റ്റ് ആവാനുള്ള കാരണം കാർബൺ കണ്ടന്റ് ഇല്ല എന്നുള്ളതാണ്. കാർബൺ കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഹാർഡ്നെസ് കൂടി വരും. അതാണ് ഹൈ കാർബൺ സ്റ്റീലിന് ഹാർഡ്നെസ് കൂടുതൽ. ഓക്കെ, അപ്പൊ കാർബൺ കണ്ടന്റ് കുറഞ്ഞാൽ ഹാർഡ്നെസ് കുറയും, സോഫ്റ്റ് ആകും എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന എന്താണ്, റോട്ടയനുമായി ബന്ധപ്പെട്ട് ഫൈബർ സ്ട്രക്ചർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഈസിലി നമുക്ക് ഫോർജ് ചെയ്യാം, വെൽഡ് ചെയ്യാം. ആ പടിൽ ഫർണസിലാണ് നമ്മൾ നിർമ്മിക്കുന്നത്, അത് നമ്മൾ പറഞ്ഞു. മറ്റൊരു ചോദ്യം സ്പെസിഫിക് ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലെഡ് 11.3. സംശയമൊന്നുമില്ല, 11.3 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രൊഫീസർ ചോദ്യം വന്നിട്ടുള്ളതാണ്. ലെഡിന്റെ ആ ഒരു 11.3 വന്നിട്ടുണ്ട്. ഓർത്തിരിക്കാം. അലൂമിനിയം 2.8. മിക്കപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് അലൂമിനിയം 2.8. സിങ്ക് 7 ഓർത്തിരിക്കാം. സിങ്ക് 7. പിന്നെ മെർക്കുറി നമ്മൾ സാധാരണ FM-ലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് 13.6. സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 ആണ് നമ്മൾ മെർക്കുറി. അതും എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. മെർക്കുറി 13.6 എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. സോ അത്യാവശ്യം നമ്മളുടെ ആ ഒരു ഡേറ്റ തന്നിരിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് നമുക്ക് അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയെങ്കിലും നമുക്ക് അത്യാവശ്യം ഓർത്തിരിക്കാം. മറ്റു ചോദ്യത്തിലേക്ക് വരാം. Which element is added to grey cast iron to convert graphite flakes into spherical form? Magnesium. മഗ്നീഷ്യം അല്ലെങ്കിൽ സെറിയം നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ആ ഒരു ഗ്രേ കാസ്റ്റ് അയണിനകത്തുള്ള ഗ്രാഫൈറ്റ് ഫ്ലേക്സിനെ സ്പെറിക്കൽ ഫോമിലേക്ക് മാറ്റാം. പറഞ്ഞോളൂ. ഓക്കെ, ഇവിടെ പറഞ്ഞാൽ അല്ലേ. ഓക്കെ, ഗ്രാഫൈറ്റ് ഫ്ലേക്സിനെ നമുക്ക് സ്പെറിക്കൽ ഫോമിലേക്ക് മാറ്റാൻ മഗ്നീഷ്യം അല്ലെങ്കിൽ സെറിയം യൂസ് ചെയ്യാം കേട്ടോ. മഗ്നീഷ്യം അല്ലെങ്കിൽ സെറിയം യൂസ് ചെയ്യാം എന്നുള്ളതും ഓർത്തിരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള നോഡുലാർ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ ഡക്ടൈൽ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ ഡക്ടൈൽ അയൺ അല്ലെങ്കിൽ സ്പിറോയിഡൽ ഗ്രാഫൈറ്റ് അയൺ, നമ്മൾ സാധാരണ DI അല്ലെ, DI പൈപ്പുകൾ കാണാറുണ്ട് അല്ലെ. DI പൈപ്പുകൾ ഇപ്പം നമ്മുടെ റോഡിന്റെ സൈഡിലൊക്കെ കറുത്ത കളറിൽ കാണുന്ന വലിയ വാട്ടർ അതോറിറ്റിയുടെ വലിയ പൈപ്പുകളുണ്ട്. അപ്പൊ അതിനെന്താണ് DI പൈപ്പ് എന്ന് പറയുന്നത്. ഡക്ടൈൽ അയൺ പൈപ്പാണ് അത് നമ്മൾ മനസ്സിലാക്കി വെക്കാം. അത്തരത്തിലുള്ള ഡക്ടൈൽ അയൺ അല്ലെങ്കിൽ സ്പിറോയിഡൽ ഗ്രാഫൈറ്റ് അയൺ ഒക്കെ നമ്മൾ സാധാരണ നിർമ്മിക്കുന്നത് എന്താണ്, ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു ഗ്രാഫൈറ്റ് ഫ്ലേക്സിനെ സ്പിറോയിഡൽ ഫ്ലേക്സിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ മഗ്നീഷ്യം അല്ലെങ്കിൽ സെറിയം നമ്മൾ ഗ്രേ കാസ്റ്റ് അയണിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടാകും എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, മഗ്നീഷ്യം അല്ലെങ്കിൽ സെറിയം. മറ്റു ചോദ്യത്തിലേക്ക് വരാം. The furnace which is used to produce wrought iron. വേഗം എന്ന് പറഞ്ഞേ. ഓപ്ഷൻ എ പടിൽ ഫർണസ്. കുപ്പോള ഫർണസ് ഏതായിരുന്നു? അത് കാസ്റ്റ് അയൺ. ഫർണസ് ഏതാണ്? പിഗ് അയൺ. റൈറ്റ് ആൻസർ ആണ്. ഓർത്തിരിക്കാം. പടിൽ ഫർണസ് റോട്ട് അയൺ, കുപ്പോള ഫർണസ് കാസ്റ്റ് അയൺ. ബെസിമർ പ്രോസസ് ഏതാണ്? ബെസിമർ പ്രോസസ്
സ്റ്റീൽ മാനുഫാക്ചറിംഗുമായി ബന്ധപ്പെട്ട് ബെസിമർ പ്രോസസ് ഓർത്തിരിക്കാം. ബ്ലാസ്റ്റ് ഫർണസ് പിഗ് അയൺ ആണ് എന്നുള്ളതും ഓർത്തിരിക്കാം. സ്റ്റീലിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ് ആണ് ബെസിമർ പ്രോസസ്. ഓക്കെ അല്ലേ? മറ്റു ചോദ്യം, കാർബൺ കണ്ടന്റ് ഇൻ റോട്ടയൺ. റോട്ടയണിനകത്തുള്ള കാർബൺ കണ്ടന്റ് എത്രയായിരുന്നു? നേരത്തെ പറഞ്ഞിരുന്നു പെട്ടെന്ന് അല്ലെ. എത്രയായിരുന്നു കാർബൺ കണ്ടന്റ്? വളരെ 0.02 to 0.03% ആണ് കേട്ടോ. വളരെ കുറവാണെന്നുള്ളത് 0.02 ആണെന്നുള്ളത് ഓർത്തിരിക്കാം കേട്ടോ. 0.2 0.3 ഒക്കെ ഉണ്ട്, കൺഫ്യൂഷൻ ആവരുത്. 0.02 to 0.03%. സോ അത്രയാണ് നമ്മുടെ കാർബൺ കണ്ടന്റ് റോട്ടയണുമായി ബന്ധപ്പെട്ടെന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് റോട്ടയൺ. റോട്ടയന്റെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് നമ്മുടെ ടെക്സ്റ്റ് 350 ന്യൂട്ടൺ പെർ mm സ്ക്വയർ അല്ലെ. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് റോട്ടയൺ 350 ന്യൂട്ടൺ പെർ. അപ്പൊ നമ്മുടെ ഒരു നമ്മുടെ റോട്ടയന്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ, നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു 350 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ് കറസ്പോണ്ടിങ് അതിന്റെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അൾട്ടിമേറ്റ്. അതുപോലെ തന്നെ ഫോർജിങ്, നമുക്കറിയാം ഇത്തരത്തിൽ ഫോർജിങ്ങും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു റോട്ടയനെ ഫോർജ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഹുക്കിന്റെ ഷേപ്പിലേക്കൊക്കെ എത്തിക്കുന്നുണ്ടാവുക. അപ്പൊ ഫോർജിങ് ടെമ്പറേച്ചറും 850 മുതൽ 1350 ഡിഗ്രി സെൽഷ്യസ് ആണെന്നതോടുകൂടി ഓർത്തിരിക്കാം. ഈസി ടു ഫോർജ് ആണ്. വൈൽഡ് ടെമ്പറേച്ചർ റേഞ്ച് 850 മുതൽ 1350 ഡിഗ്രി സെൽഷ്യസ് റേഞ്ച് നമുക്ക് അതിനെ ഫോർജ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ എന്താണ്, അവിടെ ഇഫക്റ്റ് ഉണ്ടാവില്ല, സോൾട്ട് വാട്ടർ ഇഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മറൈൻ വർക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഷിപ്പിൽ നിന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഇത്തരത്തിൽ റോട്ടയന്റെ ഒക്കെ നമ്മൾ എന്താണ് ഹോയിസ്റ്റുകളൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യം, സ്റ്റീൽ കണ്ടെയ്നിങ് 0.1 to 0.25% കാർബൺ ഈസ് നോൺ ആസ് മൈൽഡ് സ്റ്റീൽ, ഡെഡ് മൈൽഡ് സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ. മീഡിയം കാർബൺ. ശ്രദ്ധിക്കുക. അപ്പോ 0.1 to 0.3 അല്ലെ. 0.1 to 0.3, 0.3 to 0.6, 0.6 to 1.5. ഇത് എന്താണ്? മൈൽഡ്, ഇത് മീഡിയം, ഇത് ഹൈ കാർബൺ സ്റ്റീൽ. ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് 0.1 to 0.3 അല്ലെങ്കിൽ 0.25 റേഞ്ച് ഏതായിരിക്കും ഉത്തരം വരിക? മൈൽഡ് സ്റ്റീൽ. ഡെഡ് മൈൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 0.1ലും താഴെയാണ് ഡെഡ് മൈൽഡ് സ്റ്റീൽ. മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 0.3 to 0.6. ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 0.6 to 1.5. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഓർത്തിരിക്കാം. ഇതാണ് നമ്മുടെ ആ ഒരു റേഞ്ച്. ലെസ് ദാൻ 0.1% ഡെഡ് മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റീൽ എന്നറിയപ്പെടുന്നു. 0.2 to 0.25 മൈൽഡ് സ്റ്റീൽ, 0.3 to 0.6 മീഡിയം കാർബൺ സ്റ്റീൽ, 0.6 to 1.5 ഹൈ കാർബൺ സ്റ്റീൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. മറ്റു ചോദ്യം, ദ മെയിൻ അലോയിങ് എലമെന്റ് ഓഫ് ഹൈ സ്പീഡ് സ്റ്റീൽ, HSS. ഹൈ സ്പീഡ് സ്റ്റീലിന്റെ മെയിൻ അലോയിങ് എലമെന്റ് 1841 സ്റ്റീൽ. അതിനകത്ത് നമുക്ക് ഈ 18 എന്ന് പറയുന്നത് എന്താ? 18 എന്ന് പറയുന്നത് എന്താ? ടങ്സ്റ്റൺ. 4 എന്ന് പറയുന്നത് എന്താ? ക്രോമിയം. 1 എന്ന് പറയുന്നത് എന്താ? വനേഡിയം അല്ലെ. അപ്പൊ നമുക്ക് പറയാം ഏറ്റവും കൂടുതലുള്ള ഏതാണ്? 18%. ദാറ്റ് ഈസ് ടങ്സ്റ്റൺ. സോ ഓപ്ഷൻ ഡി ടങ്സ്റ്റൺ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ. അപ്പം ഹൈ സ്പീഡ് സ്റ്റീലില് 1841 ചോദിച്ചാലും അതിനകത്ത് 18% എന്താണ്? ദാറ്റ് ഈസ് ടങ്സ്റ്റൺ. 4% ക്രോമിയം, 1% വനേഡിയം. സ്റ്റെയിൻലെസ് സ്റ്റീൽ മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്ത് എത്രയാണ്? ക്രോമിയം 18. എത്രയാണ്? 18 അല്ല, 18 അല്ല, ഏകദേശം 12 കേട്ടോ. 12 മുതൽ 14%. ഓർത്തിരുന്നാൽ മതി. 12 ആണ് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. ക്രോമിയം SS, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്ത് നമുക്കറിയാം കൊറോഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോമിയം ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്രോമിയം കണ്ടന്റിന്റെ റേഞ്ച് എത്രയാണെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത്തരത്തിൽ വന്നാൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് 12 കേട്ടോ. 12 മുതൽ 14. 12 ആണ് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. 12% എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. സ്റ്റീൽ യൂസ്ഡ് ഫോർ മേക്ക് മാഗ്നറ്റ് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ കൊബാൾട്ട് സ്റ്റീൽ. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കൊബാൾട്ട് സ്റ്റീൽ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക മാഗ്നറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഇത് സ്റ്റീൽ യൂസ്ഡ് ഫോർ മേക്ക് മാഗ്നറ്റ് ആണ് കൊബാൾട്ട് സ്റ്റീൽ. ഓക്കെ, ചോദ്യം ഇതാണ്. ബെസിമർ പ്രോസസ് ഈസ് യൂസ്ഡ് പ്രൊഡ്യൂസിംഗ്. ബെസിമർ പ്രോസസ് ഏതായിരുന്നു? ബെസിമർ പ്രോസസ് സ്റ്റീലാണ്. ബെസിമർ പ്രോസസ് സ്റ്റീൽ ആണെന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, അലൂമിനിയത്തിന്റെ ഓർ ഏതാണ്? അലൂമിനിയത്തിന്റെ ഓർ ഏതാണ്? ബോക്സൈറ്റ് ആണ് കേട്ടോ. ബോക്സൈറ്റ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ചോദ്യം, ദ ഡീപ് എൻട്രി ഓഫ് വാട്ടർ ടു എ ഡെപ്ത് ഓഫ് ഗ്രൗണ്ട് ഈസ് നോൺ ആസ്. ദ ഡീപ് എൻട്രി ഓഫ് വാട്ടർ, നമ്മൾ സർഫസിൽ നിന്നും വെള്ളം താഴേക്ക് പോയി പെർക്കുലേഷൻ. ഈ പറഞ്ഞ സീപ്പേജ്, ഇൻഫിൽട്രേഷൻ, പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനകത്തൂടെ എയർ കടന്നു പോകാൻ അല്ലെ. നമ്മൾ ഇത്തരത്തില് നമ്മളിപ്പോ ഒരു എയർ കടന്നു പോകാനുള്ള
എന്താണ് പ്രോപ്പർട്ടിയാണ് പെർമിയബിലിറ്റി. നമ്മൾ സാൻഡ് കാസ്റ്റിംഗിന്റെ സാൻഡിന്റെ പ്രോപ്പർട്ടിക്കകത്ത് നമ്മൾ പെർമിയബിലിറ്റി വരാറുണ്ട് അല്ലെ. അപ്പൊ എയർ കടന്നു പോലുള്ള പ്രോപ്പർട്ടിയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വളരെ ഡീപ്പായിട്ടുള്ള എൻട്രി ആണെന്നുണ്ടെങ്കിൽ സീപേജ് എന്നൊക്കെ പറഞ്ഞ സർഫസ് ലെവലിൽ നമുക്ക് താഴേക്ക് മണ്ണിന്റെ താഴേക്ക് പോകുന്ന സീപേജ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഡീപ്പായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനെ പെർക്കുലേഷൻ എന്നാണ് പറയാ കേട്ടോ, ഓപ്ഷൻ ബി. സോ നമുക്ക് എന്താണ് ഇൻഫിൽട്രേഷനും എന്താണ് ഈ പെർക്കുലേഷൻ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിഷ്യൽ എൻട്രി ഓഫ് വാട്ടർ ടു ദ ഗ്രൗണ്ട് സർഫസിനെ വിളിക്കുന്നവരാണ് ഇൻഫിൽട്രേഷൻ. ചോദിക്കുകയാണ് ഇനിഷ്യൽ തുടക്കത്തിലുള്ള എൻട്രി അല്ലെ, എങ്ങോട്ടാണ് ഗ്രൗണ്ട് സർഫസിലേക്ക് വെള്ളം ഇറങ്ങുന്ന ഇനിഷ്യൽ എൻട്രിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നുണ്ടാവുക. ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം എബോവ് ഗ്രൗണ്ട് ടു സബ് സർഫസ്, അതായത് ആ ഒരു എബോവ് ഗ്രൗണ്ടിന്റെ മുകളിൽ നിന്നും സബ് സർഫസിലേക്ക് വെള്ളം ഇറങ്ങുന്നതിനെ വിളിക്കുന്നവരാണ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫിൽട്രേഷൻ ഗാലറീസ് ഒക്കെ നമ്മൾ സാധാരണ നിർമ്മിക്കാറുണ്ട് നമ്മുടെ നദിക്കരയുടെ അടുത്തായിട്ട്. എന്തിനു വേണ്ടിയിട്ട്? അത്തരത്തിൽ വെള്ളം ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ ഇൻഫിൽട്രേഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പെർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡീപ്പായിട്ട് വളരെ വളരെ ആഴത്തിൽ വെള്ളം താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് പെർക്കുലേഷൻ എന്നാണ് പറയുക. പെർക്കുലേഷൻ എന്നാണ് പറയുക. ഈ രണ്ട് ടേമുകളും നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കി വെക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് വൺ ഈസ് ദ നോട്ട് എ സോഴ്സ് ഓഫ് വാട്ടർ? സർഫസ് സോഴ്സ് ഓഫ് വാട്ടർ. സർഫസ് സോഴ്സ് ഓഫ് വാട്ടർ അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിനകത്ത് സർഫസ് സോഴ്സ് അല്ലാത്തത് നമുക്ക് അറിയാം സ്പ്രിങ് തന്നെയാണ്. ബാക്കിയെല്ലാം ഫ്രഷ് വാട്ടർ, പെരിനിയൽ റിവർ, വാട്ടർ റിസർവർ ഒക്കെ സർഫസ് തന്നെയാണ്. അപ്പൊ പ്രധാനമായിട്ടും ചോദ്യം വരാൻ സാധ്യതയുള്ള ഇത്തരത്തിൽ രണ്ടെണ്ണം തന്നിട്ട് ഒന്നെങ്കിൽ സർഫസ് സോഴ്സ് ഏത് അല്ലെങ്കിൽ അല്ലാത്തത് ഏത് എന്നുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സർഫസ് സോഴ്സ് എന്ന് പറയുമ്പോൾ പോണ്ട്, ലേക്ക്, സ്ട്രീം, റിവർ, റിസർവർ, ഓഷൻ ദാറ്റ് ഈസ് അത് സർഫസ് സോഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല, യൂസ് ചെയ്യാറില്ല, എങ്കിലും അതൊരു സോഴ്സ് തന്നെയാണെന്ന് ഓർത്തിരുന്നാൽ മതി. സർഫസ് സോഴ്സ്. സബ് സർഫസ് എന്ന് പറയുമ്പോൾ അല്ലെ നമ്മുടെ ഉള്ളിലേക്കുള്ളതെങ്കിൽ സാധാരണ സ്പ്രിങ്സ്, ഇൻഫിൽട്രേഷൻ വെല്ല്, നമ്മുടെ കിണർ, ഇൻഫിൽട്രേഷൻ ഗാലറീസ്, ഓപ്പൺ വെൽ ആൻഡ് ട്യൂബ് വെൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് സബ് സർഫസ് സോഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ സബ് സർഫസ് ഏതാണ്, സർഫസ് ഏതാണെന്നുള്ള ഒരു ഐഡിയ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് ചോദ്യം വന്നിട്ടുണ്ട് ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട്. മറ്റൊരു ചോദ്യം, ദ സൈസ് ഓഫ് കൊളോയിഡൽ ഇംപ്യൂരിറ്റീസ് കംസ് അണ്ടർ ദ റേഞ്ച്. കൊളോയിഡൽ ഇംപ്യൂരിറ്റി അതിന്റെ റേഞ്ച് ഓപ്ഷൻ ഏതാണ്? 3 to 6. ഓപ്ഷൻ എ 10 raised to -3 to 10 raised to -6 കേട്ടോ. ഓപ്ഷൻ എ ആണ് കൊളോയിഡൽ. കൊളോയിഡൽ ഇംപ്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഫൈനലി ഡിവൈഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ്. മൈക്രോ ഇംപ്യൂരിറ്റീസ് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. 10 raised to -3 to 10 raised to -6 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്താണ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ കൊയാഗുലേഷൻ ട്രീറ്റ്മെന്റ്. കൊയാഗുലേഷൻ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കൊയാഗുലേഷൻ ട്രീറ്റ്മെന്റ് സഹായത്തോടെ നമുക്ക് റിമൂവ് ചെയ്യാം. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു കൊയാഗുലന്റ് ഏതാണ്? ആലം കറക്റ്റ് ആണ്. അത് ചോദ്യം വന്നിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു കൊയാഗുലന്റ് ആലം ആണെന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, കളർ ഓഫ് വാട്ടർ ഈസ് മോസ്റ്റ്ലി ഡ്യൂ ടു പ്രസൻസ് ഓഫ് കൊളോയിഡൽ ഇംപ്യൂരിറ്റി. നമ്മുടെ വെള്ളത്തിന്റെ പല കളർ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അല്ലെ. ഈ കളർ കാണുന്നത് ദ പ്രസൻസ് ഓഫ് കൊളോയിഡൽ ഇംപ്യൂരിറ്റീസ് ആണെന്നുള്ളതും ഓർത്തിരിക്കാം. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഈ കളർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ എന്താണ് എമൗണ്ട് ഓഫ് കൊളോയിഡൽ ഇംപ്യൂരിറ്റി ആണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് കളർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും എത്രത്തോളം കൊളോയിഡൽ ഇംപ്യൂരിറ്റി ഉണ്ട് എന്നുള്ളതാണ് അവിടെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് കൂടി ഓർത്തിരിക്കുക. അപ്പൊ വെള്ളത്തിന്റെ കളറുമായി ബന്ധപ്പെട്ട് കൊളോയിഡൽ ഇംപ്യൂരിറ്റി ആണ്. ഈ കൊളോയിഡൽ ഇംപ്യൂരിറ്റിയുടെ ആ ഒരു സൈസ് 10 raised to -3 to 10 raised to -6 ആണെന്നുള്ളതും ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, വാട്ടർ ഹാവിംഗ് pH less than 7 അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ pH less than 7 ആണെന്നുണ്ടെങ്കിൽ അസിഡിക് ആണോ അൽക്കലൈൻ ആണോ? ഓപ്ഷൻ എ ലെസ് ദാൻ 7 എന്ന് പറഞ്ഞാൽ അത് അസിഡിക് ആണ്. 7 ആണെന്നുണ്ടെങ്കിൽ അത് ന്യൂട്രൽ ആണ്. അതുപോലെ തന്നെ 7 മുകളിലേക്കാണെങ്കിൽ അത് ബേസിക് ആണെന്നുള്ളതും, ബേസിക് മീൻസ് അത് ആൽക്കലൈൻ ആണെന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, അത് വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് അല്ലെ, ലെസ് ദാൻ 7 pH ഗ്രേറ്റർ ദാൻ 7 ആണെന്നുണ്ടെങ്കിൽ വാട്ടർ സോൾ ബി ബേസിക് അല്ലെങ്കിൽ ആൽക്കലൈൻ. ഈസ് ഈക്വൽ ടു 7 ആണെന്നുണ്ടെങ്കിൽ അത് ന്യൂട്രൽ. ലെസ് ദാൻ 7 ആണെന്നുണ്ടെങ്കിൽ അത് ആസിഡിക്. അപ്പോൾ ഈ പറഞ്ഞ എന്താണ് pHന്റെ വാല്യൂ 2 എന്ന് പറയുമ്പോൾ വളരെയധികം അസിഡിക് ആണ്. ഓക്കെ, അത് ഓർത്തിരുന്നാൽ മതി കേട്ടോ. pH വാല്യൂ pH മീറ്റർ ഓർ കലോറിമീറ്റർ മെത്തേഡ്, കലോറിമെട്രിക് മെത്തേഡ് അല്ലെങ്കിൽ pH മീറ്റർ വഴിയാണ് നമ്മൾ ആ ഒരു pH വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ആണ് കേട്ടോ. ഇത്തരത്തിൽ pH എന്ന് പറയുന്നത് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ഇൻ വാട്ടർ ആണ് ഈ pH എന്ന് ഉദ്ദേശിക്കുന്നത്. ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ആണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അപ്പൊ അതിൽ നിന്നൊക്കെ വേണമെങ്കിൽ ചെറിയ ചോദ്യങ്ങൾ വന്നാൽ അത് വിട്ട് കളയരുത്. മറ്റു ചോദ്യം, ആസ് പെർ IS 10,500 ഓപ്ഷൻ 6.5 to 8.5. യെസ്, ക്യാൻസൽ ആണ്. 6.5 to 8.5 ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. pH വാല്യൂ നമ്മൾ പോർട്ടബിൾ അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടറിന്റെ pHന്റെ റേഞ്ച് ആണ് 6.5 to 8.5 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. IS 10,500 ഇത് ഓർത്തിരിക്കണം. നമ്മുടെ ഒരു ഡ്രിങ്കിങ് വാട്ടർ, പോർട്ടബിൾ വാട്ടറിന്റെ ഒക്കെ സ്റ്റാൻഡേർഡ് എന്താണ്? IS 10,500 എന്നുള്ള ഓർത്തിരിക്കുക അല്ലെ. ദാറ്റ് ഈസ് 10500. 2012 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്. സോ 10500
2012 ആസ് പെർ IS അല്ലെ, ഇത്തരത്തിൽ IS പ്രകാരം 1050/500/2012 അക്സെപ്റ്റബിൾ ലിമിറ്റ് ഓഫ് pH, നമ്മുടെ വെള്ളത്തിന്റെ pH വാല്യൂ എത്രയാണ്? 6.5 to 8.5 എന്നുള്ളത് ഓർത്തിരിക്കും. സോ ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാൻ. ചോദ്യം ഇതാണ്: മെഷർ ഓഫ് റെസിസ്റ്റൻസ് ടു ദ പാസേജ് ഓഫ് ലൈറ്റ് ത്രൂ വാട്ടർ. നമ്മൾ വെള്ളത്തിൽ കൂടെ ലൈറ്റ് ഏതായിരിക്കും? ടർബിഡിറ്റി. ടർബിഡിറ്റി കറക്റ്റ്, റൈറ്റ് ആൻസർ ആണ് ടർബിഡിറ്റി. അപ്പൊ ടർബിഡിറ്റി മെഷേഴ്സ് ദ റെസിസ്റ്റൻസ് ടു പാസേജ് ഓഫ് ലൈറ്റ് അല്ലെ, ഇത്തരത്തില് വെള്ളത്തിലൂടെ ലൈറ്റ് കടന്നു പോകുന്നില്ല, അതിന് റെസിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെഷർ ചെയ്യുന്നതാണ് ടർബിഡിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പം പ്രധാനമായിട്ടും ഇറ്റ് കോസ് ഡ്യൂ ടു 30% സസ്പെൻഡഡ് ആൻഡ് 70% കൊളോയിഡൽ മാറ്റർ. നമ്മൾ തൊട്ടു മുന്നേ കണ്ട കൊളോയിഡൽ മാറ്റർ 70, പിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന അല്ലെ, പൊങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന സസ്പെൻഡഡ് ആയിട്ടുള്ള 30% പാർട്ടിക്കിൾസ് കാരണമാണ് ഈ പറഞ്ഞ രീതിയിൽ ടർബിഡിറ്റി അല്ലെങ്കിൽ വെള്ളത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് പോകാത്ത ഒരു കണ്ടീഷനിലേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഡിസോൾവ് മാറ്റർ ഡസ് നോട്ട് കോസ് ടർബിഡിറ്റി. അത് ഡിസോൾവ് ചെയ്തിട്ടുള്ള മാറ്ററുകൾ ഇത്തരത്തിൽ ടർബിഡിറ്റി പ്രശ്നം ഉണ്ടാക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് കൊളോയിഡൽ ആയിട്ടുള്ള മാറ്റേഴ്സും സസ്പെൻഡഡ് ആയിട്ടുള്ള മാറ്റേഴ്സുമാണ് പ്രധാനപ്പെട്ട വില്ലന്മാർ എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. മെഷേർഡ് ഓൺ സിലിക്ക സ്കെയിൽ, സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സിലിക്ക സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മീറ്റർ ആയിട്ട് നമ്മൾ ടർബിഡിറ്റി യൂണിറ്റ് അല്ലെങ്കിൽ ppm അല്ലെങ്കിൽ മില്ലിഗ്രാം പെർ ലിറ്റർ നമ്മൾ പറയാറുണ്ട്. TU എക്സ്പ്രസ്ഡ് ഇൻ TU, ടർബിഡിറ്റി യൂണിറ്റ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അപ്പം മെഷേർഡ് ഓൺ സിലിക്ക സ്കെയിൽ എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ആസ് പെർ 10500 that is 2012 the maximum permissible limit of turbidity. ടർബിഡിറ്റിയുടെ പെർമിസിബിൾ ലിമിറ്റ് എത്രയാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഓപ്ഷൻ സി റൈറ്റ് ആൻസർ ആണ് 5 ന്യൂട്ടൺ. 5 എന്താണ് നെഫലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ് ആണ് NTU എന്ന് പറയുന്നത്. അപ്പൊ അത്ര 5 NTU ആണ്. അപ്പൊ എന്നാൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടാണ് ഈ 5 വന്നത്. തൊട്ട് മുന്നേ അത് 10 NTU ആയിരുന്നു. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 10 NTU ആയിട്ട് കാണുന്നുണ്ടാവാം. എന്നാൽ ലേറ്റസ്റ്റ് അല്ലെ, ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പുതിയ IS കോഡ് പ്രകാരം നമ്മളുടെ എന്താണ് 5 NTU ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. സോ ഇത് പെർമിസിബിൾ ആയിട്ടുള്ളത് 5 NTU ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. അക്സെപ്റ്റബിൾ യൂണിറ്റ് 1 NTU ആണ്, പെർമിസിബിൾ ആണ് 5 NTU എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ഫൈൻ. ഇത് നമ്മളുടെ കോഡ് തന്നെയാണ്, ജസ്റ്റ് ക്രോപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. ആ കോഡ് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. സാൻഡ് ആൻഡ് ഗ്രാവൽ ആർ എക്സാമ്പിൾ ഫോർ ഡാഷ്. സാൻഡ് ആൻഡ് ഗ്രാവൽ എക്സാമ്പിൾ ഫോർ അക്യുക്ലൂഡ്, അക്യുഫർ, ഓപ്ഷൻ ബി ആണ് അക്യുഫർ ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഒരു ഐഡിയ വേണം. എന്താണ് അക്യുഫർ, എന്താണ് അക്യുഫ്യൂജ്, അക്യുക്ലൂഡ്, അക്യുടാഡ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഓർത്തിരുന്നാൽ മതി. അക്യുഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാൻഡ് ഗ്രാവൽ ഒക്കെ അക്യുഫർ ആണ്. അക്യുഫ്യൂജ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് റോക്കുകളാണ്. റോക്സ്, ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഇതൊക്കെ റോക്ക് അല്ലെ, പാറയുടെ പല ഫോമുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അക്യുക്ലൂഡ് എന്ന് പറഞ്ഞാൽ ക്ലേ അല്ലെങ്കിൽ ഷെയിലാണ്. ക്ലേ എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ മതി. അക്യുടാഡ് എന്ന് പറഞ്ഞാൽ സാൻഡി ക്ലേ സോയിലാണ് എക്സാമ്പിൾ ആയിട്ട്. പ്രധാനമായിട്ടും ഇത് എക്സാമ്പിൾ ആണ് ചോദിക്കുന്നുണ്ടാവുക. ഇത്തരത്തിൽ എന്താണ് അക്യുഫർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഏതാണ്? അക്യുഫ്യൂജ്, അക്യുക്ലൂഡ് എന്താണ്, അക്യുടാഡ് എന്താണ്, അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സാൻഡ് ഗ്രാവൽ ഒക്കെ അക്യുഫർ ആണ്. റോക്ക്, ഗ്രാനൈറ്റ്, ബസാൾട്ട് അതൊക്കെ അക്യുഫ്യൂജ് ആണ്. അതായത് നമുക്ക് വെള്ളത്തിലെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെ, വെള്ളത്തെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് നമ്മൾ അക്യുഫ്യൂജ് എന്ന് പറയുന്നത്. സോ അതായത് ഫോർ എക്സാമ്പിൾ ജിയോളജിക്കൽ, അതായത് എന്താണ് അത് റെസിസ്റ്റ് ചെയ്ത് നിർത്തുന്നുണ്ടാവും. ഓക്കെ, അത് പാറ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വെള്ളത്തെ തടയുന്നുണ്ടാവും. എന്നാൽ അക്യുക്ലൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, ക്ലേ ആണ്. സോ അത് ക്ലേ എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളത്തെ പിടിച്ചെടുക്കുന്നുണ്ടാവും അല്ലെ. സോ അതെന്ന് പറഞ്ഞാൽ ക്യാൻ സ്റ്റോർ അല്ലെ, സ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും, പക്ഷെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അക്യുടാഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോ ഇത് സെമി ഇംപെർവിയസ് നേച്ചർ ആണ്. ട്രാൻസ്മിറ്റ് വാട്ടർ അറ്റ് സ്ലോ റേറ്റ് ദാൻ അക്യുഫർ. ഇത്തരത്തിൽ അക്യുഫറിന്റെ ഒരു സിമിലർ ആയിട്ടുള്ള സംഗതിയാണ്. പക്ഷെ ആ ഒരു രീതിയിൽ വെള്ളത്തെ നമുക്ക് കടത്തിവിടുന്ന ആ ഒരു ട്രാൻസ്മിഷൻ റേറ്റ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും കമ്പയർഡ് ടു അക്യുഫർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ബേസിക് ആയിട്ടുള്ള നമുക്ക് മനസ്സിലാക്കേണ്ട. അക്യുഫർ എന്താണ്, അക്യുഫ്യൂജ് എന്താണ്, അക്യുക്ലൂഡ് എന്താണ്, അക്യുടാഡ് എന്താണെന്നുള്ള ബേസിക് കോൺസെപ്റ്റ്. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. പമ്പ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാം. ദാറ്റ് ഈസ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ ബി എ ആൻഡ് ബി. Okay, used for low discharge and a high head. കറക്റ്റ് ആണ്. It has a high maintenance cost. Delivery of water to be continuous. അപ്പം മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലാണ് കേട്ടോ. ഡെലിവറി ഓഫ് വാട്ടർ ടു ബി കണ്ടിന്യൂസ്, അത് കണ്ടിന്യൂസ് അല്ല. അപ്പം ഓപ്ഷൻ എ കറക്റ്റ്. ഓപ്ഷൻ ബി തന്നെ കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കാം, ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ്. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാം, അത് കണ്ടിന്യൂസ് ഡിസ്ചാർജ് അല്ല. അത് എന്താണ്, ഇത്തരത്തിലുള്ള ഡിസ്ക്രീറ്റ്, അതായത് എന്താണ്, ഒരു കണ്ടിന്യൂസ് ഡിസ്ചാർജ് നമുക്ക് കിട്ടൂല അല്ലെ. കണ്ടിന്യൂസ് ഡിസ്ചാർജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ നമുക്ക് കണ്ടിന്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക,
ഡബിൾ ആക്ടിങ് വേണം. ഡബിൾ ആക്ടിങ് ചെയ്യാൻ പറ്റും. ഇത് എയർ വെസൽസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് ആൻസർ. എയും ബിയും നമുക്ക് കറക്റ്റ് ആണ്. സി വന്നിട്ട് തെറ്റാണ്. കാര്യം റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡെലിവറി നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ ബേസിക് ആയിട്ടുള്ള ചിത്രം. നമ്മളിത് വരച്ച് പഠിച്ചതാണ്. ഓക്കെ, ഫൈൻ. ഒരു ജനറൽ ഐഡിയ മതിയാവും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. മറ്റേ ചോദ്യം, ഹാൻഡ് പമ്പ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ദ ടൗൺസ് ആൻഡ് വില്ലേജസ് ഇൻ ഇന്ത്യ വേർ വാട്ടർ ടേബിൾ ഈസ് ഡബിൾ ആക്ടിംഗിൽ കണ്ടിന്യൂസ് ഫ്ലോ ഇല്ലേ സാറേ? കണ്ടിന്യൂസ്. ഒരു നിമിഷം. റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ ഡബിൾ ആക്ടിംഗ് വെച്ച് നമുക്ക് കണ്ടിന്യൂസ് ആക്കാം. എങ്കിൽ തന്നെ അവിടെ ചെറിയ പോരായ്മകളുണ്ട്. സെൻട്രിഫ്യൂഗലിന്റെ അത്രയും നമുക്കൊരു കണ്ടിന്യൂസ് ഫ്ലോ കിട്ടില്ല. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? നമ്മൾ വന്ന ചോദ്യം എന്തായിരുന്നു? ഹാൻഡ് പമ്പ് അല്ലെ? ഹാൻഡ് പമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്രത്തോളം വാട്ടർ ടേബിൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഹാൻഡ് പമ്പ് വെച്ച് നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ചോദ്യം. ഹാൻഡ് പമ്പ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ടൗൺ. ഓപ്ഷൻ എ 6 മീറ്റർ ആണ് കേട്ടോ, സംശയമൊന്നും വേണ്ട. 6 മീറ്റർ തന്നെയാണ്. ഓക്കെ, കറക്റ്റ് ആണ്. 6 മീറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോ അത് ഓർത്തിരിക്കാം. അപ്പൊ സോറി, ഹാൻഡ് പമ്പുമായി ബന്ധപ്പെട്ടാണ് അത് ചോദ്യം വന്നത്. എന്നാൽ നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പ് ആണെന്നുണ്ടെങ്കിലോ അതിന്റെ ഒരു സക്ഷൻ ഹെഡ് എത്രയാണ്? 7.9. കറക്റ്റ് അല്ലേ? അത് ഓർത്താൽ മതി കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, വിച്ച് പമ്പ് ആർ കോൾഡ് വാക്വം പമ്പ്? വാക്വം പമ്പ് എന്നറിയപ്പെടുന്ന പമ്പ് ഏതാണ്? എന്തിനാണ്? റെസിപ്രോക്കേറ്റിംഗ് ആണ്. ഓപ്ഷൻ സി റെസിപ്രോക്കേറ്റിംഗ് ആണ്. വാക്വം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് വെള്ളത്തേക്ക് എടുക്കുന്നുണ്ടാവുക. പിന്നെ സിലിണ്ടറിനുള്ളിലേക്ക് എടുത്തതിനു ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു? റസീത് പുറത്തേക്ക് ഇടുക അല്ലെ? പത്രത്തിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ് നമ്മുടെ ആ ഒരു വാക്വം പമ്പ് എന്നറിയപ്പെടുന്നത്. മറ്റു ചോദ്യം, വിച്ച് പമ്പ് ഏത് പമ്പിന്റെ സഹായത്തോടു കൂടിയാണ് വാട്ടർ ഫീഡ് ചെയ്യുന്നുണ്ടാവുക? ജെറ്റ് പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ബൂസ്റ്റർ പമ്പ്. ശ്രദ്ധിക്കുക, ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ ബോയിലറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ് കേട്ടോ. റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. ബൂസ്റ്റർ പമ്പിന്റെ പ്രത്യേകത എന്താ? പ്രഷർ കുറവുള്ളിടത്ത് നമുക്ക് പ്രഷർ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പമ്പാണ് ബൂസ്റ്റർ. അതൊക്കെ മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇതൊക്കെ. ബൂസ്റ്റർ പമ്പ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. മറ്റൊരു ചോദ്യം, what is the fitted in the lower end of the suction pipe of a centrifugal pump? Centrifugal പമ്പിന്റെ നമ്മുടെ ആ ഒരു ഓപ്ഷൻ ബി ഫുട്ട് വാൽവ്. ഫുട്ട് വാൽവ് ആണ് ഏറ്റവും നമ്മുടെ സക്ഷൻ പൈപ്പിന്റെ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ ഫുട്ട് വാൽവ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫുട്ട് വാൽവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ചെക്ക് വാൽവ് അല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൽവ്. വാൽവ് അല്ലെങ്കിൽ റിഫ്ലക്സ് വാൽവ് എന്ന് പറയാറുണ്ട്. അത്തരത്തിലുള്ള വൺ വേ വാൽവ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. മറ്റൊരു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് ഡസ് നോട്ട് റിക്വയർ പ്രൈമിംഗ്? പ്രൈമിംഗ് വേണ്ടാത്ത പമ്പ് ഏതാണ്? മോണോ ബ്ലോക്ക് പമ്പ്, ജെറ്റ് പമ്പ്, റൈറ്റ് ആൻസർ ആണ് സബ്മേഴ്സിബിൾ പമ്പ്. അതായത് പ്രൈമിംഗ് വേണ്ടാത്ത പമ്പാണ് സബ്മേഴ്സിബിൾ പമ്പ് എന്ന് പറയുന്നത്. റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി. മറ്റൊരു ചോദ്യം, സ്ട്രെയിറ്റ് പൈപ്പ് ആർ യൂസ്ഡ് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ഓഫ് ദ വാട്ടർ മീറ്റർ ഫോർ ആൻ ഇക്വലന്റ് ലെങ്ത് ഓഫ് ഡാഷ്. വാട്ടർ മീറ്റർ ഉണ്ടെങ്കിൽ വാട്ടർ മീറ്ററിന്റെ നമ്മൾ സ്ട്രെയിറ്റ് പൈപ്പ് യൂസ് ചെയ്യാറുണ്ട്. എത്രയാണ് എടുത്ത് പറയുന്നുണ്ട്? പറഞ്ഞത് എത്രയാണ്? യെസ്, റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ സി തന്നെയാണ്. 10 times the nominal diameter of the pipe ആണ്. ശ്രദ്ധിക്കുക, നമ്മൾ ഈ പറയുന്ന എന്താണ് വാട്ടർ മീറ്ററിന്റെ തൊട്ട് പുറകിലായിട്ടും മുന്നിലായിട്ടും പൈപ്പുകൾ വെക്കുന്നുണ്ടാകും. ആ പൈപ്പിന്റെ ഇക്വലന്റ് ലെങ്ത് എന്ന് പറയുന്നത് 10 times the nominal diameter of the pipe. 10 മടങ്ങ് അല്ലെ? പൈപ്പിന്റെ ഡയമീറ്റർ ഡി ആണെന്നുണ്ടെങ്കിൽ 10 times ഡി ആയിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് ലെങ്ത് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടാവുക. മറ്റേ ചോദ്യം, റീസീറ്റിംഗ് ടൂൾ ആർ യൂസ്ഡ് ഫോർ ലെവലിംഗ് ആൻഡ് ക്ലീനിങ്, റിമൂവിംഗ് ഓയിൽ സീറ്റ്, changing the oil seat. Leveling and cleaning. അപ്പോൾ റീസീറ്റിംഗ് ടൂൾ നമ്മൾ ഇത്തരത്തിൽ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടാണ് അത് പഠിക്കുന്നുണ്ടാവുക. സോ റീസീറ്റിംഗ് ടൂൾ ആർ യൂസ്ഡ് ഫോർ എന്താണ് ലെവലിംഗ് ആൻഡ് ക്ലീനിങ് ഓഫ് ദ വാൽവ് ആൻഡ് പൈപ്സ്. ഓക്കെ, ടാപ്സ്. ഓക്കെ, റൈറ്റ്. മറ്റൊരു ചോദ്യം, ദ സ്പിൻഡിൽ ഓഫ് ഗേറ്റ് വാൽവ് റൊട്ടേറ്റ്സ് വിത്തൗട്ട് ക്ലോസിംഗ്. ഗേറ്റ് വാൽവിന്റെ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പക്ഷേ ക്ലോസ് ആവുന്നില്ല.
സംശയമൊന്നും വേണ്ട. സ്പിൻഡിൽ ത്രെഡ് ബാഡ്ലി ബോൺ ഔട്ട് അല്ലെ, ഇത്തരത്തില് ആ ഒരു ത്രെഡ് ബോൺ ഔട്ട് ആയിട്ടുണ്ടാവും, അതാണ് പ്രശ്നം. ഓക്കെ ഫൈൻ. അപ്പൊ ഇത് നമ്മുടെ ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കോളം തന്നെയാണ്, ഒരു ടേബിൾ തന്നെയാണ്, സോറി. അപ്പൊ ഡിഫക്റ്റ് കോസ് റെമഡി, ഇതിനകത്ത് നമ്മുടെ ചോദ്യം വന്നത് നമ്മുടെ സ്പിൻഡിൽ റൊട്ടേറ്റ് കണ്ടിന്യൂസ്ലി ആൻഡ് ഗേറ്റ് വാല്യൂ ഡസ് നോട്ട് ക്ലോസ് എന്നുള്ളതാണ് വന്നത്. സോ അതിന്റെ പ്രശ്നം എന്താണ്, കാര്യം ഇത്തരത്തിൽ വോൺ ഔട്ട് ആയി പോയി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാനേ പറ്റുള്ളൂ, വേറെ വകുപ്പൊന്നും ഇല്ല, റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഫൈൻ. മറ്റു ചോദ്യം, the sudden change in the flow velocity or pressure created in water pipeline due to sudden closure of valve, പെട്ടെന്ന് വാൽവ് അടയ്ക്കുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന സംഗതി വാട്ടർ ഹാമറിംഗ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ സ്ലോലി വേണം നമ്മൾ എന്ത് ചെയ്യേണ്ട, ആ ഒരു വാൽവ് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുള്ളത്, വളരെ പതുക്കെ ക്ലോസ് ചെയ്യുക. മറ്റു ചോദ്യം, ഗേറ്റ് വാൽവ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ എ പൈപ്പ് ലൈൻ വിത്ത് ഇന്റർവെൽ ഓഫ്, ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ ഏകദേശം 150 മുതൽ 300 മീറ്ററിനകത്താണ് അടുത്ത ഗേറ്റ് വാൽവ് നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഗേറ്റ് വാൽവ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ എ പൈപ്പ് ലൈൻ വിത്ത് ഇന്റർവെൽ ഓഫ് 150 to 300 mm ആണ് എന്നുള്ളതും ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, വാട്ടർ കണ്ടന്റ് ഓഫ് സാനിറ്ററി സീവേജ്, സാനിറ്ററി സീവേജിനകത്തുള്ള വാട്ടർ കണ്ടന്റ് എത്രയാണ്? 1%, 0.1, 99.9% വെള്ളം തന്നെ, 99.9% വാട്ടർ തന്നെയാണ് കണ്ടന്റ്. അപ്പം ബാക്കിയൊക്കെ 0.1% ഉള്ളൂ, ബാക്കി ചെറിയ ചെറിയ സോളിഡ് പാർട്ടിക്കിൾസ്. അപ്പൊ ഓർത്തിരിക്കാം, കണ്ടെയ്ൻ 99.9% വാട്ടർ ആൻഡ് 0.1% സോളിഡ് എന്നുള്ളതും ഓർത്തിരിക്കാം. മറ്റൊരു പോയിന്റ്, ആവറേജ് ടെമ്പറേച്ചർ ഓഫ് സീവേജ് ഇൻ ഇന്ത്യ 20 ഡിഗ്രി സെൽഷ്യസ്. ആവറേജ് ടെമ്പറേച്ചർ ഓഫ് സീവേജ്, നമ്മൾ സീവേജിന്റെ ഒരു ആവറേജ് ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ആവറേജ് ടെമ്പറേച്ചർ ഓഫ് സീവേജ് ഇൻ ഇന്ത്യ, സീവേജിൽ അല്ലെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ അല്ലെ, സീവേജിന്റെ ആവറേജ് ടെമ്പറേച്ചർ എത്രയാണ്? 20 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതും ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് വാട്ടർ കമ്മിങ് ഔട്ട് ഓഫ് കിച്ചൺ, ബാത്റൂം, വാഷ് ബേസിൻ? ഓപ്ഷൻ സി സള്ളേജ്. ഓപ്ഷൻ സി സള്ളേജ് ആണ്. നമ്മുടെ കിച്ചണിൽ നിന്നും ബാത്റൂമിൽ നിന്നും വാഷ് ബേസിൽ നിന്നും ഒക്കെ പുറത്തേക്ക് വരുന്ന വെള്ളത്തിനെ വിളിക്കുന്ന പേരാണ്, ഡ്രെയിനിനെ വിളിക്കുന്ന പേരാണ് സള്ളേജ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, ഇൻ എ പൈപ്പ് ഓർ സീവർ ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദ ഇന്നർ സർക്കിൾ, നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻവെർട്ട്. സംശയം വേണ്ട, ഇൻവെർട്ട്. ഓക്കെ, അത്തരത്തിൽ ഇൻവെർട്ട് എന്താണെന്നുള്ള ഐഡിയ. അപ്പൊ അത്തരത്തിൽ ഇവിടെ മുകൾ പോർഷൻ വിളിക്കുന്ന പേര് ക്രൗണ്, താഴത്തെ പോർഷൻ വിളിക്കുന്ന പേര് ഇൻവെർട്ട് കേട്ടോ, ഇൻവെർട്ട്. സംശയമൊന്നും വേണ്ട, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം, വേസ്റ്റ് വാഷ് ബേസിൻ വാഷിംഗ് മെഷീൻ വിളിക്കുന്ന പേരാണ് ഇത് വാട്ടർ എന്ന് പറയുന്നത്. ഗ്രേ വാട്ടർ, ബ്ലാക്ക് വാട്ടർ, ഗ്രേ വാട്ടർ. സംശയം വേണ്ട, ഗ്രേ വാട്ടർ കേട്ടോ, ഗ്രേ വാട്ടർ. അപ്പൊ നോക്കി, ഇത്തരത്തിൽ വാഷ് ബേസിന്, സിങ്ക്, ബാത്ത് ടബ്, വാഷിംഗ് മെഷീൻ വരുന്ന വെള്ളത്തെ നമ്മൾ ഗ്രേ വാട്ടർ എന്ന് വിളിക്കുന്നു. ടോയ്ലറ്റിൽ നിന്ന് വരുന്ന വെള്ളത്തെ നമ്മൾ ബ്ലാക്ക് വാട്ടർ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സോൾട്ടിയർ ദാൻ ഫ്രഷ് വാട്ടർ ബട്ട് നോട്ട് സോൾട്ടി ആസ് സീ വാട്ടർ, അതായത് ഉപ്പുവെള്ളം ആണ്, പക്ഷെ നമ്മുടെ കടൽ വെള്ളത്തിന്റെ അത്രയും ഉപ്പല്ല, എന്നാൽ സാധാരണഗതിയിൽ നിന്നും ഉപ്പ് കൂടുതലാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതിനെ വിളിക്കുന്ന പേരാണ് ബ്രാക്കിഷ് വാട്ടർ. അപ്പൊ അത്തരത്തിൽ പ്രധാനപ്പെട്ട ഓർത്തിരിക്കേണ്ടത് ബ്ലാക്ക് വാട്ടർ, ഗ്രേ വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ. അപ്പോൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റു ചോദ്യം, ദ മിനിമം വെലോസിറ്റി അറ്റ് വിച്ച് സീവേജ് ഷുഡ് ഫ്ലോ ഇൻ എ സീവർ പൈപ്പ്. സീവർ പൈപ്പിലൂടെ മിനിമം ഒരു വെലോസിറ്റി, അതിനെ ക്ലെൻസിങ് വെലോസിറ്റി എന്ന് പറയാം, ക്ലെൻസിങ് വെലോസിറ്റി. അപ്പൊ ക്ലെൻസിങ് വെലോസിറ്റി എത്രയാണ് ഒരു സീവറിനകത്ത്, ഒരു സീവർ പൈപ്പിൽ എന്നുള്ളതാണ് ചോദ്യം. 0.6 to 0.9 മീറ്റർ പെർ സെക്കൻഡ് ആണ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലെ. അത്തരത്തിൽ ആ ഒരു സീവർ പൈപ്പിനകത്തൂടെ അത് ഒഴുകുന്ന ഒരു മിനിമം വെലോസിറ്റി ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കണം. 0.6 to 0.9 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്നുള്ളതും ഓർത്തിരിക്കണം. മറ്റു ചോദ്യം, ദ വിഡ്ത്ത് ഓഫ് ദ ട്രെഞ്ച് ഷുഡ് ബി അറ്റ് ലീസ്റ്റ് ഡാഷ് ഗ്രേറ്റർ ദാൻ ദ എക്സ്റ്റേണൽ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്. അതായത് നമ്മളൊരു കുഴി എടുത്തു, നമ്മുടെ പൈപ്പ് അകത്തൂടെ പോകുന്നുണ്ട്, അപ്പൊ പൈപ്പിന് ഒരു എക്സ്റ്റേണൽ ഡയമീറ്റർ ഉണ്ട് D, അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് ഡയമീറ്ററിന് എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യാം, സ്പേസ് ഇടണം എന്നുള്ളതാണ്. ട്രെഞ്ചിന്റെ വിഡ്ത്ത് എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി 0.3 to 0.5 അല്ലെ, 0.3 to 0.5 നോക്കാം, നമുക്ക് കറക്റ്റ് ആണ്. 0.3 to 0.5 ആണ്. ദാറ്റ് ഈസ് നമ്മുടെ ആ ഒരു ട്രെഞ്ച് എടുക്കുന്ന സമയത്ത്, കുഴി എടുക്കുന്ന സമയത്ത് നമ്മൾ പൈപ്പ് ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കുഴി എടുക്കുമല്ലോ, ആ ട്രെഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു വിഡ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു പൈപ്പിന്റെ ഡയമീറ്ററിൽ നിന്നും എത്രയാണ്, ദാറ്റ് ഈസ് 0.3 to 0.5 മീറ്റർ. നമ്മൾ എല്ലായ്പ്പോഴും വലിയൊരു കുഴി നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്, വലിയ വീതിയിൽ നമ്മൾ ആ ഒരു കുഴി എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ, അത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ ഫൈൻ, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, എ നാച്ചുറൽ മെത്തേഡ് ഓഫ് ഡിസ്പോസൽ ഓഫ് സീവേജ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദ നാച്ചുറൽ മെത്തേഡ് ഓഫ് ഡിസ്പോസൽ ഓഫ് സീവേജ്. സീവേജ് ഇറിഗേഷൻ, കോമ്പോസ്റ്റിംഗ്,
septic tank treatment, aerated lagooning. റൈറ്റ് ആൻസർ ആണ് സീവേജ് ഇറിഗേഷൻ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ട് നമുക്ക് ആ ഒരു സീവേജിനെ ഡിസ്പോസ് ചെയ്യാൻ അല്ലെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇറിഗേഷൻ എന്ന ഇത്തരത്തിൽ സീവേജ് ഇറിഗേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ മറ്റ് നമ്മുടെ കൃഷി സ്ഥലങ്ങളിലേക്ക് സീവേജ് വെള്ളം നമ്മൾ എത്തിക്കുക. ഓക്കെ, മറ്റൊരു ചോദ്യം, മോസ്റ്റ്ലി അഡോപ്റ്റഡ് ഡിറ്റൻഷൻ പീരീഡ് ഓഫ് സെഡിമെന്റേഷൻ ടാങ്ക്. ഓപ്ഷൻ സി അല്ലെ, ഓപ്ഷൻ സി 3 to 4 hour. ഇവിടെ റൈറ്റ് ആൻസർ വരിക 1 to 2 hour ആണ്. അല്ല, ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ എ ഡിറ്റൻഷൻ പീരീഡ്. സാധാരണഗതിയിൽ നമ്മളെ സെഡിമെന്റേഷൻ ടാങ്കിന്റെ ഡിറ്റൻഷൻ പീരീഡ് എത്രയാ? 1 to 2 hour ആണ് കേട്ടോ. ഡിറ്റൻഷൻ ടൈം ഇസ് 1 to 2 hour ആൻഡ് വെലോസിറ്റി ഇസ് 0.3 meter per minute. ഓക്കെ, അപ്പം ഡിറ്റൻഷൻ ടൈം നമ്മൾ ഈ പറയുന്ന രീതിയിൽ സെഡിമെന്റേഷൻ ടാങ്ക് അല്ലെങ്കിൽ സെറ്റിലിംഗ് ടാങ്ക് അല്ലെങ്കിൽ പ്രൈമറി ക്ലാരിഫയർ ഇതെല്ലാം എന്ത് തന്നെയാണ് ഇത്തരത്തിൽ 1 to 2 hours ആണെന്നുള്ളതും ഓർത്തിരിക്കാം. Okay, detention period 1 to 2 hour. Mostly adopted detention period of septic tank under Indian standard condition. Detention period of septic tank എത്രയായിരിക്കും? 24 hours. 24 hours എന്നുള്ളത് ഓർത്തിരിക്കുക. സാധാരണഗതി 24 to 48 ആണ്, പക്ഷെ ഉത്തരം എല്ലായ്പ്പോഴും 24 hours എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. മിനിമം വിഡ്ത് ഓഫ് പറഞ്ഞോളൂ. 75. മിനിമം വിഡ്ത് ഓഫ് സെപ്റ്റിക് ടാങ്ക് എത്രയാ? ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആണ് 75 സെന്റിമീറ്റർ. മിനിമം വിഡ്ത് ഓഫ് സെപ്റ്റിക് ടാങ്ക് ഓപ്ഷൻ ബി 75 സെന്റിമീറ്റർ. അതും ചോദ്യം വന്നിട്ടുണ്ട്. മിനിമം വിഡ്ത് ഓഫ് സെപ്റ്റിക് ടാങ്ക് 75 സെന്റിമീറ്റർ എന്നുള്ളതും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ റെക്ടാംഗുലർ ഇൻ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത് ഈസ് യൂഷ്വലി 2 ടൈംസ് ഓഫ് ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറയുന്നത് 2 to 4 ടൈംസ് ഈ പറഞ്ഞ ബ്രെഡ്ത്ത് ബി ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് അതിന്റെ ലെങ്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഓർത്തിരുന്നാൽ മതി. മറ്റു ചോദ്യം, sock pit is also known as sewage pit, All of the T. Yes, all of the above. ഇത്തരത്തിൽ സീപ്പേജ് പിറ്റ് എന്ന് വിളിക്കാറുണ്ട്, സീവേജ് പിറ്റ് എന്ന് വിളിക്കാറുണ്ട്, ലീച്ച് പിറ്റ് എന്ന് വിളിക്കാറുണ്ട്. സോ ഓൾ ഓഫ് ദി അബോവ് ആണ് നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവുക. സോ ഇതാണ് നമ്മുടെ സോക്ക് പിറ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഫൈൻ. ശ്രദ്ധിക്കേണ്ട, ഇങ്ങനെയുള്ള ചിത്രം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ചിത്രത്തിനകത്തുള്ള ഡയമെൻഷൻസ് ഒക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക കേട്ടോ. ലെങ്ത് എത്രയാണ്, വിഡ്ത്ത് എത്രയാണ്, കറസ്പോണ്ടിങ് ഇവിടെ ഒരു ഗേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ വരുന്ന വെള്ളം ഈ ഒരു ലെവലിൽ ഹൈറ്റ് പൊക്കി നിർത്തിയിരിക്കണം. അതായത് ഇങ്ങനെ എന്താണ് മഴവെള്ളം അല്ലെങ്കിൽ അങ്ങനെയുള്ള അകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും നമ്മൾ അത്തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു ഇൻലെറ്റ് പൈപ്പിന്റെ ആ ഒരു ഡിസ്റ്റൻസ് കൃത്യമായിട്ട് മിനിമം എത്ര മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, അതിന്റെ തിക്നെസ് ആ ഒരു ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അതിന്റെ തിക്നെസ് സാൻഡ് കാസ്റ്റിംഗ് ഉണ്ട്. ആ സാൻഡ് കാസ്റ്റിംഗിന്റെ തിക്നെസ് എത്രയാണ്? അത്തരത്തിലുള്ള പോയിന്റുകൾ ആ ചിത്രത്തിൽ നിന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലേക്ക് എത്തിക്കാം കേട്ടോ. ഫൈൻ. മറ്റു ചോദ്യം, ഇൻസ്പെക്ഷൻ ചേംബർ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്തിൻ ഡാഷ് മീറ്റർ ഫ്രം ദ ഗള്ളി ട്രാപ്പ്. 6 meter. കറക്റ്റ് ആണ്, 6 മീറ്റർ ആണ് കേട്ടോ. മിനിമം നമ്മൾ ഇത്തരത്തിൽ 6 മീറ്റർ വേണം അല്ലെ. ഷുഡ് ബി പ്രൊവൈഡ് വിത്തിൻ 6 meter ഫ്രം ദ ഗള്ളി ട്രാപ്പ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻസ്പെക്ഷൻ ചേംബർ എന്ന് പറയുന്നത്. അപ്പൊ ഇൻസ്പെക്ഷൻ ചേംബർ എന്ന് പറയുന്നത് നമ്മുടെ വീടിനടുത്തുണ്ടാകും. അപ്പൊ അത് ഗള്ളി ട്രാപ്പിൽ നിന്നും 6 മീറ്റർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, ഇറ്റ് ഈസ് എ സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ടു അഡ്മിറ്റ് ക്ലിയർ റെയിൻ വാട്ടർ ഇൻ ടു ദ കമ്പൈൻഡ് സീവർ. നമ്മുടെ റോഡിലൊക്കെ നമ്മുടെ റെയിൻ വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും? ഓപ്ഷൻ സി ക്ലീൻ ഔട്ട്, ലാമ്പ് ഹോള്, ക്യാച്ച് ബേസിൻ, ഇൻവെർട്ടർ സൈറ്റ്. ഏതായിരിക്കും? ക്യാച്ച് ബേസിൻ. ഗട്ടേഴ്സ് ഉണ്ടാവും. നമ്മുടെ റോഡിന്റെ ഒക്കെ രണ്ട് സൈഡിൽ ഗട്ടേഴ്സ് എന്ന് പറയാം. അത് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഗട്ടേഴ്സ് ഉണ്ടാവും. അതുവഴി വെള്ളം നമ്മൾ എന്താണ് വലിയ പതിയെ നമ്മുടെ ക്യാച്ച് ബേസിലേക്കാണ് പോകുന്നുണ്ടാവുക. ഇതാണ് നമ്മുടെ റോഡിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇത്തരത്തിൽ ഗട്ടേഴ്സ് ഉണ്ടാവും. ഒരു ഗ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിനകത്തുള്ള വെള്ളം താഴെ വീഴും. സോ വെള്ളം വന്നിട്ട് എന്താണ് ഇവിടെ ആ ഒരു ക്യാച്ച് ബേസിലേക്കായിരിക്കും വീഴുന്നുണ്ടാവുക. ക്യാച്ച് ബേസിൽ വീണ് കഴിഞ്ഞാൽ പഴയ വെള്ളം സീവറിലേക്ക് പോവില്ല. എന്ത് ചെയ്യും? അവിടെ കളക്ട് ചെയ്യും. വെള്ളം കളക്ട് ചെയ്തിട്ട് അവിടെയുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഒന്ന് സെറ്റിൽ ചെയ്തതിനു ശേഷം വെള്ളമാണെന്ന് വെള്ളം പിന്നെ ഓവർഫ്ലോ ചെയ്ത് ഈ വഴി പോകും കേട്ടോ. അത്തരത്തിലുള്ള ആ ഒരു സിസ്റ്റം അതിനെയാണ് വിളിക്കുന്നത് ക്യാച്ച് ബേസിൻ എന്ന് പറയുന്നത്. ക്യാച്ച് ബേസിൻ. ക്ലിയർ എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് മാൻഹോളുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. എവരി ചേഞ്ച് ഇൻ ഗ്രേഡിയന്റ്, ഡയറക്ഷൻ, അലൈൻമെന്റ് ഓർ ഡയമീറ്റർ. അതായത് ഈ പറഞ്ഞ ചേഞ്ച് ഇൻ ഗ്രേഡിയന്റ്, ഡയറക്ഷൻ ഉണ്ടാകുന്ന വ്യത്യാസം സമയത്ത്, ഡയമീറ്റർ വ്യത്യാസം ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ സാധാരണ മാൻഹോൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കറക്റ്റ് ആണോ? ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ. ഓൾ ഓഫ് ദി അബോവ് ആണ്. എല്ലാം കറക്റ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. കാര്യം എവരി ചേഞ്ച് ഇൻ ഗ്രേഡിയന്റ് അതായത് ഈ പറഞ്ഞ ഹൈറ്റ് വ്യത്യാസം, ഗ്രേഡിയന്റ് ഉണ്ടാകുന്ന വ്യത്യാസം, ഡയറക്ഷൻ, അലൈൻമെന്റ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഡയമീറ്റർ ഉണ്ടാകുന്ന വ്യത്യാസത്തൊക്കെ നമ്മൾ സാധാരണ മാൻഹോൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ജംഗ്ഷൻസ്, പറഞ്ഞോളൂ. കേൾക്കുന്നില്ല, ഒന്ന് പറഞ്ഞേ.
മാൻഹോൾ കവറിന്റെ ലെങ്ത് അത് ഡയമീറ്റർ 100 അല്ലേ വരാറ് അല്ലേ? ശരി. ക്വസ്റ്റ്യൻ ഞാൻ 2-3 തവണ കണ്ടിട്ടുണ്ട്. അതെ. അപ്പൊ അതിന്റെ ഉത്തരം വന്നിട്ടുള്ള 100 അല്ലേ? 90 into 80 വരാറില്ലേ? അത് ഈ പറഞ്ഞ 90 into 80 അങ്ങനെ വന്നിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ കണ്ടിട്ടുണ്ട്. അതെ അതാ കറക്റ്റ്. അങ്ങനെ വരാം. അതാകുമ്പോ നമ്മളുടെ ഈ പറഞ്ഞത് ഡയമീറ്റർ എന്ന് പറയുമ്പം ഒരു വാല്യൂ ഉണ്ടാവുള്ളല്ലോ. ഡയ മാത്രമല്ലേ കൊടുക്കാണ്ടാവുക അല്ലേ? മാൻഹോളിന്റെ സൈസ് ആണ് 90x80. സൈസ് ആണ് പറയുന്നത് അല്ലേ? സൈസ് മാൻഹോൾ കവർ 50 സെന്റിമീറ്റർ ഡയമീറ്റർ 50 അല്ലേ? 50 വരുന്നുണ്ടാവും. 50 അല്ലേ സാർ? അതെ 50 അതെ 50 സെന്റിമീറ്റർ അല്ലേ പറയുന്നത്? അതെ 50 സെന്റിമീറ്റർ. മാൻഹോൾഡ് ആ ഒരു കവറിന്റെ സൈസ് തന്നെയാണോ ചോദിച്ചത്, അതോ മാൻഹോൾഡ് സൈസ് ആണോ ചോദിച്ചത്? കവറിന്റെ സൈസ് 50 സെന്റിമീറ്റർ. മറ്റേ നമ്മളുടെ മാൻഹോൾഡ് സൈസ് 90 into 80 അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത് അല്ലേ? 90 into 80 അല്ലേ? 90x80. അതെ 90 ഇൻസൈഡ് അതെ ഉള്ളില്. അതാണ് ഈ പറഞ്ഞ അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്റർവെൽ ഈ പറഞ്ഞ രീതിയിൽ എത്ര ഇന്റർവെൽ കഴിയുമ്പോഴാണ് സാധാരണ മാൻഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക? 30-90. അത് 30-90. അപ്പൊ എടുത്ത് പറയുന്നത് 30-90 കൂടി ഓർത്തിരിക്കാം. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു മാൻഹോളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. മറ്റൊരു ചോദ്യം, മോർട്ടാർ പാൻ. നമ്മുടെ സാധാരണഗതിയിലെ മോർട്ടാർ പാൻ ഉണ്ടല്ലോ, മോർട്ടാർ പാനുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? യൂസ്ഡ് ടു ക്യാരി എക്സ്കവേറ്റഡ് മെറ്റീരിയൽ. കറക്റ്റ് ആണോ? യൂസ്ഡ് ടു മെഷർ മിക്സിംഗ് സിമെന്റ് ആൻഡ് മോർട്ടാർ. കറക്റ്റ് ആണോ? ഇല്ല. ടൂൾ സ്റ്റീൽ ഷീറ്റ്. സൈസ് ഓഫ് ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി അല്ലല്ലോ. 134 ഓപ്ഷൻ എ കറക്റ്റ് അല്ലേ? രണ്ടാമത് എന്താണ്? കറക്റ്റ് അല്ല. അതായത് എന്താണ്? ഓപ്ഷൻ റൈറ്റ്. ഓപ്ഷൻ എ തന്നെയാണ് 134 അല്ലേ? ദാറ്റ് ഈസ് എക്സ്കവേറ്റഡ് മെറ്റീരിയൽ. അതായത് നമ്മൾ എന്താണ് എക്സ്കവേഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് കളയാൻ വേണ്ടി, ക്യാരി ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റീൽ ഷീറ്റ് കൊണ്ടാണ് നിർമ്മിക്കുന്നുണ്ടാവുക. റേഡിയസ് ആൻഡ് റേഡിയസ് അതിന്റെ സ്പെസിഫൈ ചെയ്യുന്നതിന്റെ ഔട്ടർ റേഡിയസ് തരത്തിലാണ് ലെന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഇതാണ് അതിന്റെ പ്രത്യേകത. കോൺ ഷേപ്ഡ് ഹോൾ ദാറ്റ് അപ്പിയർ ഓൺ ദ സർഫസ് ഓഫ് ദ പ്ലാസ്റ്റർ ഈസ് നോൺ ആസ് ഫ്ലേക്കിംഗ്, പോപ്പിംഗ്, ക്രേസിംഗ്, ബെൻഡിങ്. ഏതായിരിക്കും? മൈൽഡ് സ്റ്റീൽ കൊണ്ടല്ലേ? മൈൽഡ് സ്റ്റീൽ കൊണ്ടാണോ? സോറി, മൈൽഡ് സ്റ്റീൽ സ്റ്റീലാണ് അല്ലേ? ഓക്കെ. ടൂൾ സ്റ്റീൽ അല്ല, ഇത് മൈൽഡ് സ്റ്റീലാണ് കേട്ടോ. മൈൽഡ് സ്റ്റീലാണ്. തെറ്റാണ് സാറേ. അതോ തെറ്റാണ്? 3 തെറ്റാണ്. അപ്പൊ 1 അതുപോലെ തന്നെ 1 4 ആണ് അല്ലേ? സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ശ്രദ്ധിച്ചില്ല അത്. അപ്പൊ ശ്രദ്ധിക്കാൻ കറക്റ്റ് ആണ് കേട്ടോ. അപ്പോ നമ്മുടെ ഈ പറയുന്ന ടൂൾ സ്റ്റീൽ ഉണ്ടല്ല, ടൂൾ സ്റ്റീൽ നമ്മൾ സാധാരണ ടൂൾ മെറ്റീരിയൽ ആണ് ടൂൾ സ്റ്റീൽ ബേസിക്കലി. ഇത് നമ്മൾ മൈൽഡ് സ്റ്റീൽ മൈൽഡ് സ്റ്റീലിന്റെ ഷീറ്റ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്. യെസ്, ഞാനത് അല്ല, പ്രിന്റിംഗ് മിസ്റ്റേക്ക് അല്ല, നമ്മുടെ ക്വസ്റ്റിനകത്ത് കറക്റ്റ് ആണ്. കാര്യം അത് തെറ്റാണ്. ഇത് തെറ്റാണ്. അത് ടൂൾ സ്റ്റീൽ അല്ല. നമ്മുടെ ഉത്തരം കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത് മൈൽഡ് സ്റ്റീൽ പറഞ്ഞു. അപ്പം 1, 2, 3 തെറ്റാണ്. അപ്പൊ ഉത്തരം കറക്റ്റ് ആയിട്ടുള്ളത് 1, 4 ആണ് ശരിയായിട്ടുള്ളത്. അപ്പം ദിസ് ഈസ് മാനുഫാക്ചർഡ് ബൈ മൈൽഡ് സ്റ്റീൽ ഷീറ്റ് കൊണ്ടാണ് നിർമ്മിക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾക്ക് മെഷർ ചെയ്യാൻ സിമെന്റും അതുപോലെ തന്നെ മണലും ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പോൾ മാനുഫാക്ചർ ഫ്രം മൈൽഡ് സ്റ്റീൽ ഷീറ്റ് തന്നെയാണ് ഓർത്തിരിക്കുക. മൈൽഡ് സ്റ്റീൽ ഷീറ്റ് ആണെന്നുള്ളതും ഓർത്തിരിക്കുക. റേഡിയസ് ഓഫ് ദ ടോപ്പ് ആണ് നമ്മൾ സൈസ് പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം ഓർത്തിരിക്കുക. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ ഡിഫക്റ്റുമായി ബന്ധപ്പെട്ടാണ്. കോൺ ഷേപ്ഡ് ഹോൾ, നമ്മുടെ ഭിത്തിയിലൊക്കെ കോൺ ഷേപ്ഡ് ഹോളുകൾ, ചെറിയ ഹോളുകൾ കാണാറുണ്ട്. അതിന് വിളിക്കുന്നതാണ് പോപ്പിംഗ് എന്ന് പറയുന്നത്. പോപ്പിംഗ് ചോദിച്ചിട്ടുള്ള ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ പോപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഓർത്തിരിക്കാം, പോപ്പിംഗ്. മറ്റൊരു ചോദ്യം, ക്ലബ് ഹാമേഴ്സ് യൂസ്ഡ് ടുഗദർ വിത്ത് ബോൾസ്റ്റർ ഫോർ കട്ടിംഗ് പർപ്പസ് വിത്ത് സ്റ്റീൽ ഹെഡ് ഹാവിംഗ് വെയിറ്റ് ഓഫ്. ക്ലബ് ഹാമറിന്റെ വെയിറ്റ് എത്രയാണ്?
1.81. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 1.135. യെസ്, റൈറ്റ് ആൻസർ ആണ് 1.135. അപ്പം ഇത്തരത്തിൽ ക്ലബ് ഹാമർ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ ആ ഒരു വെയിറ്റ് ഓർത്തിരിക്കുക 1.135 കിലോഗ്രാം ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ടോട്ടല് അതിന്റെ ആ ഒരു വെയിറ്റ് എത്ര അതാണ് വിത്ത് 1.135 കിലോഗ്രാം എന്നുള്ളത് ഓർത്തിരിക്കാം കേട്ടോ. രണ്ട് റേഞ്ച് ഉണ്ട് ഇതിനകത്ത്. ക്ലബ് ഹാമറിന് തന്നെ രണ്ട് റേഞ്ച് വരുന്നുണ്ട്. ഒന്ന് 1.135 അതുപോലെ തന്നെ 1.81 kg ഹെഡും അവൈലബിൾ ആണ് കേട്ടോ. ക്ലബ് ഹാമർ ഈസ് ടു 2 റേഞ്ച്, രണ്ട് റേഞ്ച് അവൈലബിൾ ആണ്. 1.135 കിലോഗ്രാമും ഉണ്ട്, 1.81 കിലോഗ്രാമും ഉണ്ട് എന്നുള്ളത് ഓർമ്മിക്കാം. അതുപോലെ തന്നെ എന്റെ ഹാൻഡിൽ അറൌണ്ട് 225 mm ലോങ് ആണ്. 225 mm എങ്ങനെയാണ് ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഈ പോയിന്റിലൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ 1.135 കിലോഗ്രാമും 1.81 kg നമുക്ക് രണ്ട് റേഞ്ചിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹാൻഡിലിന്റെ ആ ഒരു ലെങ്ത് 225 mm ലോങ് ആണെന്നുള്ളത് കൂടി. ഇതാണ് അതിന്റെ ഒരു ഓപ്പറേഷൻ വരുന്നുണ്ടാവുക. മറ്റേ ചോദ്യം, കെമിക്കലി ലൈം എന്ന് പറയുന്നത്. കെമിക്കലി ലൈം ഈസ് എന്താണ്? കാൽഷ്യം കാർബണേറ്റ്, മാഗ്നീഷ്യം ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്, മാഗ്നീഷ്യം നൈട്രേറ്റ്. ഏതായിരിക്കും വരുന്നുണ്ടാവുക? കാൽഷ്യം ഓക്സൈഡ്. കാൽഷ്യം കാൽഷ്യം. യെസ്, റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി കാൽഷ്യം ഓക്സൈഡ് ആണ്. കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ലൈം സ്റ്റോൺ ആണ്. ലൈം സ്റ്റോണിൽ നിന്ന് നമ്മൾ സ്മെൽറ്റിങ്ങിലൂടെ, അതായത് ചൂടാക്കിയിട്ടാണ് നമ്മൾ ലൈമും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറ്റുന്നുണ്ടാവുക. സോ ലൈമിനെ നമ്മളത് വിളിക്കുക കാൽഷ്യം ഓക്സൈഡ് എന്ന് വിളിക്കാം കേട്ടോ. ലൈം സ്റ്റോൺ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. സോ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാൽസിനേഷൻ. ഓക്കെ, മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് സ്ട്രെങ്ത് ഫോർ ദ സിമെന്റ് ഇൻ സ്റ്റോറേജ് ആഫ്റ്റർ 3 months? 85. ഓപ്ഷൻ സി. ഓപ്ഷൻ സി 85 അല്ലെ? 85 തന്നെ. ഓക്കെ, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കറക്റ്റ് ആണ്. അപ്പൊ സിമെന്റ് ഈസ് റിസീവ്ഡ് ഫ്രം ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്ന സമയത്ത് 100% 3 മാസം കഴിഞ്ഞാൽ 85% കുറയും. 6 മാസം കഴിഞ്ഞാൽ അത് 75% ആ ഒരു സ്ട്രെങ്ത് കുറയും. അതുപോലെ തന്നെ 1 വർഷം കഴിഞ്ഞാൽ 60% സ്ട്രെങ്ത് ആയിട്ട് മാറും. 2 years കഴിഞ്ഞാൽ 48% മാറും. ഓക്കെ, അതിനുശേഷം നമ്മൾ അത് യൂസ് ചെയ്യാറില്ല എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അപ്പോൾ മാക്സിമം ഒരു 2 year വരെ നമുക്ക് സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് നമ്മൾ യൂസബിൾ അല്ല, അത് പിന്നെ ഡിസ്പോസ് ചെയ്ത് കളയുക എന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ സിമെന്റുമായി ബന്ധപ്പെട്ട്. സോ അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. മറ്റു ചോദ്യം, ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് അക്കോർഡിംഗ് ടു. ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ബേസിക് ലോ ഏതാണ്? 0th law, 1st law, 2nd law, 3rd law? ഏതായിരിക്കും? 0th law. ശ്രദ്ധിക്കുക. ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ്. ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ, അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ തെർമോമീറ്ററിന്റെ ഒക്കെ ബേസിക് പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0th law ആണ് കേട്ടോ. തെർമോമീറ്ററിന്റെ ബേസിക് പ്രിൻസിപ്പിൾ 0th law ആണ്. അപ്പൊ 0th law പ്രകാരമാണ് ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവുക കേട്ടോ. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നുണ്ടാവുക, 0th law. Okay, fine. The heat is transferred by molecular collision. It is referred to as heat transferred by conduction, convection, radiation, scattering. ഏതായിരിക്കും? molecular collision. കണ്ടക്ഷൻ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഫൈൻ, കണ്ടക്ഷൻ ആണ്. ഡൊമസ്റ്റിക് ഹോട്ട് വാട്ടർ സിസ്റ്റം വർക്ക്സ് ഓൺ വിച്ച് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ? നമ്മുടെ ചൂടുവെള്ളം പൈപ്പിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടാവും. അത് ഏത് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, കൺവെക്ഷൻ. ഓക്കെ, കൺവെക്ഷൻ ആണ്. മറ്റു ചോദ്യം, ഇന്നർ കണ്ടെയ്നർ ഓഫ് വാട്ടർ ഹീറ്ററിന്റെ ഇന്നർ കണ്ടെയ്നർ എന്ത് മെറ്റീരിയൽ നിർമ്മിച്ചിരിക്കുന്നു? അലൂമിനിയം, ഗ്ലാസ്. ഓപ്ഷൻ സി കോപ്പർ ഷീറ്റ്. Option C copper sheet. With reference to solar water here, what does it mean? Evacuated ഇതൊക്കെ പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. 1-2 തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അത്ര ഇതൊക്കെ. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് സോളാർ വാട്ടർ ഹീറ്റുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയൊരു സെഷനിൽ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. എല്ലാ ടോപ്പിക്കുകളും നന്നായിട്ട് തന്നെ പഠിക്കുക. പ്രീവിയസ് ഇയർ